നാരായണ 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 നാരായണ. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ഓ ഗുരുർബ്രഹ്മ ഗുരുർവിഷ്ണു ഗുരുർദേവോ മഹേശ്വര, ഗുരു സാക്ഷാത് പരം ബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമഃ. അജ്ഞാനതിമിരാന്തസ്യ ജ്ഞാനാഞ്ജനശലാകയാ ചക്ഷുരുന്മീലിതം യേന തസ്മൈ ശ്രീ ഗുരവേ നമഃ. മാനാതീത ഗുണാകര സുമനസാമഗ്രേ സരശ്രീപതി ധ്യാനാവസ്ഥിതമാനസപരിണത പ്രജ്ഞ പ്രകൃഷ്ടാശയ നാനാശാസ്ത്ര വിശാരദ പ്രണിപതൽ ഭക്തവ്രജൈരാവൃത ജ്ഞാനാനന്ദയതീശ്വരോ വിജയതേ സൗജന്യരത്നാകര. മൂകം കരോതി വാചാലം പങ്കും ലംഘയതേ ഗിരിം യത്കൃപാതമഹം വന്ദേ ബാലകൃഷ്ണം പരം ഗുരും. വാഗീശാദ്യാസു മനസാം സർവാർത്ഥാനാമുപക്രമേ യത്നത്വാ കൃതകൃത്യാസ്വിസ്തം നമാമി ഗജാനനം. ദൗർഭിർയുക്താ ചതുർഭിസ്ഫടികമണിമയീമക്ഷമാലാം ദദാനാം ഹസ്തേനൈകേന പദ്മം സിതമപി ജശുകം പുസ്തകം ചാപരേണ ഭാസാ കുന്ദേന്ദു ശംഖസ്ഫടികമണിനിഭാ ഭാസമാന സമാന സാമേ വാഗ്ദേവദേയം ദിവസതുവദനേ സർവദാ സുപ്രസന്ന. ശിവം ശിവകരം ശാന്തം ശിവാത്മാനം ശിവോത്തമം ശിവമാർഗപ്രണേതാരം പ്രണതോസ്മി സദാശിവം. സർവമംഗളമംഗല്യേ ശിവേ സർവാർത്ഥസാധികേ ശരണ്യേ ത്രയംബകേ ഗൗരി നാരായണി നമോസ്തുതേ. പീതാംബരം കരവിരാജിത ശംഖചക്ര കൗമോദഗീ സരസിജം കരുണാസമുദ്രം രാധാസഹായമതിസുന്ദരമന്ദഹാസം വാതാലയേശമനിശം ഹൃദി ഭാവയാമി. കൃഷ്ണായ വാസുദേവായ ദേവകീ നന്ദനായ ച നന്ദഗോപകുമാരായ ഗോവിന്ദായ നമോ നമഃ. കൃഷ്ണായ വാസുദേവായ ഹരേ പരമാത്മനെ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമഃ. സച്ചിദാനന്ദരൂപായ വിശ്വോത്പത്യാദിഹേതവേ താപത്രയ വിനാശായ ശ്രീകൃഷ്ണായ വയം നമഃ. ഓം ജന്മാദ്യസ്യ യതോന്വയാദിതരതച്ഛാത്വേക്ഷഭിജ്ഞ സ്വരാട് തേനേ ബ്രഹ്മഹൃദായ ആദികവയേ മുഹ്യന്തി യത്തൂരയാം തേജോ വാരിമുദാം യഥാ വിനിമയോ യത്ര ത്രിസർഗോ മൃഷ ധാമ്നാ സ്വേന സദാ നിരസ്തകുഹകം സത്യം പരം ധീമഹി. ധർമ്മപ്രോജ്ജിത കൈതവോത്ര പരമോ നിർമ്മത്സരാണാം സദാം വേദ്യം വാസ്തവമത്ര വസ്തു ശിവദം താപത്രയോന്മൂലനം. ശ്രീമദ്ഭാഗവതേ മഹാമുനികൃതേ കിം വാ പരൈരീശ്വര സദ്യോ ഹൃദ്യവരുദ്ധ്യതേത്ര കൃതിഭിഃ ശുശ്രൂഷുഭിത്തൽക്ഷണാൽ. നിഗമകൽപതരോർഗളിതം ഫലം ശുഖമുഖാദമൃതദ്രവസംയുതം പിബത ഭാഗവതം രസമാലയം മുഹുരഹോ രസികാ ഭുവി ഭാവുകാഃ. നാരായണം നമസ്കൃത്യ നരം ചൈവ നരോത്തമം ദേവീം സരസ്വതീം വ്യാസം തതോ ജയമുദീരയേത്. യം പ്രവ്രജന്തമനുപേതമപേതകൃത്യം ദ്വൈപായനോ വിരഹ കാതര ആജുഹാവ പുത്രേതി തന്മയതയാതരവോഭിനേതുസ്തം സർവഭൂതഹൃദയം മുനിമാനതോസ്മി. യസ്വാനുഭാവമഖിലശ്രുതിസാരമേകമധ്യാത്മദീപമതിഥിതീർത്ഥതാം തമോന്ധം സംസാരിണാം കരുണയാഹ പുരാണഗുഹ്യം തം വ്യാസസൂനുമുപയാമി ഗുരും മുനീനാം. മൂകം കരോതി വാചാലം പങ്കും ലംഘയതേ ഗിരിം യത്കൃപാതമഹം വന്ദേ പരമാനന്ദമാധവം. യം ബ്രഹ്മാ വരുണേന്ദ്ര രുദ്രമരുതസ്തുന്വന്തി ദിവ്യൈസ്തവൈർവേദൈ സാംഗപദക്രമോപനിഷദൈ ഗായന്തി യം സാമഗാഃ.
ധ്യാനാവസ്ഥിത തദ്ഗതേന മനസാ പശ്യന്തി യം യോഗിനോ യസ്യാം തന്ന വിദുസുരാസുരഗണ ദേവായ തസ്മൈ നമഃ. കോമളം പൂജയൻ വേണും ശ്യാമളോയം കുമാരക വേദവേദ്യം പരം ബ്രഹ്മ ഭാസതാം പുരതോ മമ. ഭൂതേർമഹദ്ഭിജയിമാ പുരോ വിഭുർനിർമായ ശേതേ യഥമൂഷു പുരുഷ ഭുക്തേ ഗുണാൻ ഷോഡശ ഷോഡശാത്മക സോലന്ത്രശിഷ്ട ഭഗവാൻ ഭജാംസി മേ. ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്രീകൃഷ്ണായ നമോ നമഃ. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ശ്രീ ഗുരുവായൂരപ്പ ശരണം. ഹര ഹര നമ പാർവതീപതേ. ഹര ഹര മഹാദേവ. ശ്രീകൃഷ്ണായ നമോ നമഃ. ഓം നമോ ഭഗവതേ വാസുദേവായ. സജ്ജനങ്ങൾക്ക് എല്ലാവർക്കും വിനീതമായിട്ടുള്ള നമസ്കാരം. ഈ ലോകം ഉണ്ടായ കാലം മുതൽ എപ്പോഴാണോ മനുഷ്യരാശി ഭൂമിയിൽ ആവിർഭവിച്ചത് അന്ന് മുതൽ ഈ മനുഷ്യൻ നിലനിർത്താൻ വേണ്ടിയിട്ട് പരിശ്രമിക്കുന്ന വസ്തുക്കളൊക്കെയും കാലം തല്ലി തകർക്കുക. ദശമസ്കന്ധം ആരംഭിക്കുമ്പോൾ വീര്യാണി തസ്യാകില ദേഹഭാജ അന്തർബഹി പൂരുഷകാലരൂപേ. അതായത് ഭഗവാൻ ജീവികളുടെ അകത്തും പുറത്തും ഉണ്ട് എന്നാണ്. ഓരോ ജീവന്മാരുടെയും അകത്ത് ജീവഭാവത്തിലും പുറത്ത് കാലസ്വരൂപത്തിലും. അപ്പൊ കാലം ഭഗവാന്റെ വിഭൂതിയാണ്. സൃഷ്ടിയില് തൃതീയ സ്കന്ധത്തിൽ പറയുന്നുണ്ട്, സൃഷ്ടി കാലത്തിലാണ് നടക്കുന്നത് എന്നാണ് പറഞ്ഞത്. അപ്പൊ ചോദിക്കുന്നുണ്ട് എന്താണ് കാലം? അപ്പൊ ആ കാലത്തെ കുറിച്ച് അവിടെ വളരെ ഭംഗിയായിട്ട് വർണ്ണിക്കുന്നുണ്ട്. അത് നേരത്തെ ഒന്ന് സൂചിപ്പിച്ചതുമാണ്. എന്താ ഈ കാലത്തിന്റെ സ്വഭാവം? നമ്മളൊക്കെ കാലത്തിന് അധീനന്മാരാണ്. നമ്മുടെ മനസ്സിലെ ഭാവങ്ങളൊന്നും കാലസ്വരൂപനായിട്ടുള്ള ഈശ്വരൻ പൂർണ്ണമായിട്ടും ഒന്നും അനുവദിച്ചു തരുമൊന്നുമില്ല. നമ്മുടെ ഭാവനകളെയൊക്കെ ശരിക്ക് തല്ലി തകർക്കും കാലസ്വരൂപനായിട്ടുള്ള ഈശ്വരൻ. ലോകം ഉണ്ടായ മുതൽ ഈ ശരീരത്തെ നിലനിർത്താനുള്ള പരിശ്രമവും ജീവന്മാര് തുടങ്ങിയിട്ടുണ്ട്. പക്ഷെ ഇതുവരെ ഒരൊറ്റ ശരീരത്തെ പോലും നിലനിർത്താൻ ആർക്കും കഴിഞ്ഞിട്ടില്ല. എല്ലാറ്റിനെയും കാലം തല്ലി തകർക്കുകയാണ്. എന്നാലും ഇപ്പോഴും പരാജയം സമ്മതിക്കാതെ പിന്നെയും പിന്നെയും ശരീര സംരക്ഷണത്തില് ആയുസ് വെറുതെ പാഴാക്കി കളയുകയാണ് അല്ലെ. ഇവിടെ രാമായണത്തിലെ ലക്ഷ്മണോപദേശത്തില് ശ്രീരാമചന്ദ്രസ്വാമികള് ലക്ഷ്മണനോട് പറയുന്നുണ്ട്, ഭോഗങ്ങളെല്ലാം ക്ഷണപ്രഭാചഞ്ചലം വേഗേന നഷ്ടമാം ആയുസ്സുമോർക്ക നീനാണ്. പച്ചക്കുടത്തിലെ വെള്ളം പോലെ ആയുസ് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷെ നമ്മളത് മനസ്സിലാക്കണില്ല. നമ്മള് നശിക്കുന്ന ഈ ശരീരത്തെ അനശ്വരമാക്കി തീർക്കാൻ വേണ്ടിയിട്ട് പരിശ്രമിക്കുകയാണ്. പക്ഷെ ഇന്ന് വരെ ഒരു ശരീരവും അനശ്വരമായിട്ട് ഇരുന്നിട്ടില്ല. അപ്പോ അങ്ങനെ ശരിക്കു പറഞ്ഞാൽ വിശേഷ ബുദ്ധിയുള്ള മനുഷ്യൻ ഒരു വിഡ്ഢിത്വമാണ് അതിന്റെ പിന്നാലെ പോയിട്ട് ചെയ്യുന്നത്. നോക്കൂ, എന്തെന്ത് ഉണ്ടാവാൻ പാടില്ല എന്ന് വിചാരിക്കണോ അതിനെയൊക്കെ കാലം ഉണ്ടാക്കി തീർക്കണു. ജീവികളെ കൊണ്ട് തന്നെ ജനിപ്പിച്ചും തിന്നിച്ചും തീറ്റിച്ചും തല്ലിച്ചും കൊല്ലിച്ചും കളിക്കുന്ന കാലസ്വരൂപനായ പരമപുരുഷന്റെ വൈഭവത്തെ കാണാൻ കണ്ണില്ലാത്ത മൂഢതയില് എല്ലാവരും മുഴുകി കഴിയുകയാണ്. പ്രത്യേകിച്ച് വിശേഷബുദ്ധിയും വിവേകവും വീര്യവും ഒക്കെ ഉണ്ട് എന്ന് അഭിമാനിക്കുന്ന മനുഷ്യന്റെ കഥ വളരെ ദയനീയമാണ്. ഒന്ന് ആലോചിച്ച് നോക്കൂ. നമ്മൾ വിചാരിക്കുന്നത് മനുഷ്യൻ എന്ന് വെച്ചാല് കേമന്മാരാണെന്നൊക്കെയാണ്. പക്ഷേ മൃഗങ്ങൾ പോലും ചെയ്യാൻ മടിക്കുന്ന ക്രൂരകൃത്യം ചെയ്യാൻ ഈ മനുഷ്യന്മാർക്ക് വല്ല മടിയുണ്ടോ? ഒന്നാലോചിച്ച് നോക്കൂ. അപ്പൊ അത് നമ്മള് ശരിയായിട്ട് യഥാർത്ഥമായിട്ടൊരു മനുഷ്യൻ എന്താ ശ്രമിക്കേണ്ടത്? അവന്റെ ജീവിത ലക്ഷ്യത്തെ സാക്ഷാത്കരിക്കാൻ. ആ ജീവിത ലക്ഷ്യം ഈ ലോകത്തിൽ എന്ത് പദാർത്ഥം നമുക്ക് കിട്ടിയാലും നമുക്ക് യഥാർത്ഥ സുഖമോ നമ്മൾ ആഗ്രഹിക്കുന്ന നമുക്ക് എന്ത് കിട്ടിക്കോട്ടെ,
ഇനിയും എന്തോ ഒന്നിന്റെ പോരായ്മ നമ്മളെയൊക്കെ ജീവിതത്തിലുണ്ട്. അത് എന്തിന്റെ പോരായ്മയാണ്? നമ്മളെ കുറിച്ച് അറിയാത്തതിന്റെ പോരായ്മയാണ്. ഏറ്റവും വലിയ അറിവ് നമ്മളെ കുറിച്ചുള്ള അറിവാണ്. അതാണ് ആത്മജ്ഞാനം, തന്നെ കുറിച്ചിട്ടുള്ള അറിവ് എന്നാണ്. അതിനെ അറിയാത്തിടത്തോളം കാലം ഈ ലോകത്തില് എന്തിനെ കുറിച്ച് അറിഞ്ഞാലും ആ അറിവ് പൂർണ്ണമായി തീരില്ല. അറിവ് പൂർണ്ണമാകണോ? പൂർണ്ണമായിട്ട് നമ്മുടെ ഉള്ളിൽ വിളങ്ങുന്ന സച്ചിദാനന്ദത്തെ അറിയണം. അതറിഞ്ഞാൽ ആ അറിവിൽ മറ്റെല്ലാ അറിവുകളും ഉൾക്കൊണ്ടിട്ടുണ്ട് എന്നർത്ഥം. അപ്പൊ അതാണ് പൂർണ്ണത, ബ്രഹ്മവിദ്യയാണത്. അതിനെ അനുഭവിച്ചു കഴിഞ്ഞാൽ പിന്നെ ഈ ലോകത്തിൽ ഒന്നും അറിയാനായിട്ടില്ല. കാരണം അപ്പൊ ബോധ്യാവും ഈ കാണുന്നതൊന്നും ഇക്കണ്ടതൊന്നും ഒരു ശാശ്വതമല്ല ഹൃത്തിൽ ഭക്തിയാവജിക്ക പുരുഷോത്തമ പാദപത്മം. ഈ കാണുന്നതൊക്കെ ഇന്നുണ്ട്, നാളെ ഇല്ലാണ്ടായി നശിക്കുന്നതാണ്. ഈ നശിക്കുന്ന വസ്തുക്കളുടെ പിന്നാലെ പോയാൽ ഒരിക്കലും നമുക്ക് നശിക്കാത്ത, നമ്മുടെ ആഗ്രഹമാകുന്ന നശിക്കാത്ത സുഖം നമുക്ക് കിട്ടാൻ പോണില്ല. അങ്ങനെ പതുക്കെ പതുക്കെ ഈ ലോകത്തിന്റെ അനുഭവങ്ങളിൽ നിന്ന് പിന്തിരിഞ്ഞ് അകത്തേക്ക്, നമ്മുടെ ഉള്ളിലേക്ക് തന്നെ നോക്കാനുള്ളൊരു ഭാവം അതുകൊണ്ട് നമുക്ക് കിട്ടുന്നതാണ്. അല്ലാതെ ഒരിക്കലും നമുക്ക് സമാധാനം കിട്ടാൻ പോണില്ല. രാവിലെ എണീറ്റു, വിഷയങ്ങൾക്ക് വേണ്ടിയിട്ട് ഓടി, ആ വിഷയങ്ങളുടെ പിന്നാലെ പോകുന്ന കാലം അത്രത്തോളം നമുക്ക് സമാധാനവും ശാന്തിയും ഉണ്ടോ? അത് അനുഭവിക്കാൻ നമുക്ക് കഴിയുന്നുണ്ടോ? സമാധാനവും ശാന്തിയും ഇതൊന്നും ഇല്ലാത്ത, നേരത്തെ പറഞ്ഞതുപോലെ സുഖസുഷുപ്തിയില് നമുക്ക് ആ ശാന്തിയും സമാധാനവും അനുഭവിക്കാൻ പറ്റുന്നുണ്ട്. അപ്പോ വിഷയങ്ങളെ സ്വീകരിക്കല് ദുഃഖമാണ്. അത് മനസ്സിലാക്കിയിട്ട് അതിൽ നിന്ന് പൂർണ്ണമായിട്ട് നമ്മൾ പിന്തിരിയണം. അങ്ങനെ ആയാലേ നമുക്ക് നമ്മളെ അറിയാനായി കൊണ്ട് കഴിയുള്ളൂ. ആ അറിവ് കൊണ്ട് നമുക്ക് എല്ലാവിധത്തിലുള്ള പൂർണ്ണതയും അതുകൊണ്ട് കിട്ടും. അപ്പൊ അതിന് വേണ്ടിയിട്ട് വേണം നമ്മള് മനുഷ്യ ആ ജന്മത്തെ വിനിയോഗിക്കാൻ, നമ്മളെ കുറിച്ച് അറിയുക എന്നാണ്. പലയിടത്തും പോകുമ്പോ സപ്താഹത്തിനൊക്കെ ചെന്നാല് കൊച്ചുകുട്ടികൾ ഉണ്ടെങ്കിൽ അവരോടൊക്കെ ചോദിക്കും, പഠിച്ചിട്ട് ആരാവാനാണ് പോണത്. അപ്പോ ഓരോ കുട്ടികളും അവരുടെ ആഗ്രഹങ്ങൾ പറയും. അതൊക്കെ അച്ഛനമ്മമാര് പറഞ്ഞു കൊടുത്തതായിരിക്കണം, അല്ലെങ്കിൽ മറ്റുള്ളവർ പറഞ്ഞു കൊടുത്തതായിരിക്കും. ഡോക്ടർ ആവണം, എഞ്ചിനീയർ ആവണം, അതുപോലെ സയന്റിസ്റ്റ് ആവണം, പൈലറ്റ് ആവണം എന്നങ്ങനെയൊക്കെയാ പറയുക. പക്ഷെ അപൂർവം ചില കുട്ടികള് അതായത് നല്ല മനുഷ്യനാവണം എന്ന് പറയാറുണ്ട്. ഞാൻ തിരുവനന്തപുരത്തിന് സപ്താഹത്തിന് ചെന്നപ്പോ അവിടെ വെച്ച് ഒരു കുട്ടിയോട് ചോദിച്ചപ്പോ ആ കുട്ടി പറഞ്ഞത് എനിക്ക് ഈശ്വരനാവണം എന്നാ പറഞ്ഞത്. അത് പറഞ്ഞ ഉടനെ ആ കുട്ടിയുടെ മുത്തശ്ശിയുടെ കൂടെയാണ് ആ കുട്ടി വന്നത്. ആ മുത്തശ്ശിയുടെ മുഖത്ത് വല്ലാത്ത പരിഭ്രമം, ഇവൻ എങ്ങാനും സന്യസിക്കുവോ എന്നാണ് പേടിച്ചത്. ആ കുട്ടിയുടെ ആഗ്രഹം പറഞ്ഞു. അതല്ലേ യഥാർത്ഥമായിട്ടുള്ള ആഗ്രഹം. ഈശ്വരനെ അറിയാതെ പിന്നെ വേറെ എന്തറിഞ്ഞിട്ട് എന്താ കാര്യം? കാരണം നമ്മുടെയൊക്കെ സ്വരൂപം അതാണല്ലോ. അതിനെ അറിയാത്തിടത്തോളം കാലം മറ്റുള്ളതിനെ അറിഞ്ഞത് കൊണ്ടൊന്നും ഒരു പ്രയോജനം ഉണ്ടാവാൻ പോണില്ല. ഈ ലോകത്തിലെ കാര്യങ്ങളൊക്കെ നടക്കും, അതുകൊണ്ട് നമുക്ക് വേണ്ട സുഖശാന്തിയെ കിട്ടണില്ലല്ലോ. അപ്പൊ ഇവിടെ ആ അനുഭവത്തിലേക്ക് എത്താൻ നമുക്ക് തടസ്സമായിട്ട് നിൽക്കുന്നത് നമ്മുടെ ഉള്ളിൽ തന്നെ ഉള്ള ആഗ്രഹങ്ങളാണ്. നമ്മൾ കഴിഞ്ഞ ദിവസം പൂതനാമോക്ഷം കഥ അനുസ്മരിച്ചതാണ്. 8ാമത്തെ പ്രാവശ്യം ഭഗവാനെ, 8ാമത് ദേവകി പ്രസവിക്കുന്നത് ഭഗവാനെയാണ് എന്നറിഞ്ഞപ്പോ 8 തലമുറകൾക്ക് മുമ്പേ തന്നെ ദേവകിയെ കൊല്ലാൻ ഒരുങ്ങിയ ആളാണ് കംസൻ. അപ്പൊ പിന്നെ ഭഗവാൻ അവതരിച്ചു കഴിഞ്ഞാലത്തെ കഥ പറയേണ്ടതായിട്ടുണ്ടോ? എങ്ങനെയൊക്കെ സാധിക്കുമോ അങ്ങനെയൊക്കെ ഉപദ്രവിക്കും എന്നുള്ളത് തീർച്ചയാണ്. അതാണ് നാം എല്ലാവരിലും കണ്ടുകൊണ്ടിരിക്കുന്നതും. നോക്കൂ, ഈശ്വര സാക്ഷാത്കാരത്തിന് ആർക്കാണ് മോഹമില്ലാത്തത്? എല്ലാവർക്കും ഈശ്വര സാക്ഷാത്കാരം വേണമെന്ന് മോഹമുണ്ട്. എന്താ ഒരു കാരണം? പരസ്യമായിട്ട് ഈശ്വരനെ വേണമെന്ന് പറഞ്ഞ് നടക്കണില്ലെങ്കിലും അവരൊക്കെ സുഖമാണ് അന്വേഷിക്കുന്നത്. എന്തുകൊണ്ടാണ് സുഖം അന്വേഷിക്കുന്നത്? സുഖം നമ്മുടെ സ്വരൂപമായതുകൊണ്ട്, സുഖം എന്ന് വെച്ച സച്ചിദാനന്ദം ആയതുകൊണ്ട്. അപ്പൊ അതിനെ അറിയണമെന്ന് എല്ലാവർക്കും ആഗ്രഹമുണ്ട്. പക്ഷെ എത്ര കുറച്ചാളുകൾക്ക് യഥാർത്ഥമായിട്ടുള്ള ആ ഈശ്വരനെ അല്ലെങ്കിൽ ഈശ്വര സാക്ഷാത്കാരം സാധിക്കുന്നുള്ളൂ.
എന്താ അതിന് കാരണം? ആഗ്രഹിക്കുന്ന എല്ലാവർക്കും അത് അനുഭവിക്കാൻ പറ്റാത്തത് എന്തുകൊണ്ടാണ്? രജോ ഗുണമാകുന്ന കംസന്റെ വൈപരീത്യം കൊണ്ടാണ്. രജോ ഗുണത്തിൽ നിന്ന് പൊന്തുന്ന വികാരങ്ങളാണ് ഈ കംസന്റെ കിങ്കരന്മാര്. അതിൽ ആദ്യം ഉണ്ടാവുന്നത്, രജോ ഗുണം കൊണ്ട് ആദ്യം ഉണ്ടാവുന്നത് എന്താ? കാമം. ഗീതയിൽ പറഞ്ഞിട്ടുണ്ട്, കാമയേഷ ക്രോധയേഷ രജോ ഗുണ സമുദ്ഭവ. അതില് ആ കാമവും ക്രോധവും ഒക്കെ രജോ ഗുണത്തിൽ നിന്നുണ്ടാവുന്നതാണ്. അപ്പൊ അതില് ആദ്യത്തെ വികാരം കാമമാണ്. അതിന്റെ പിന്നാലെയാണ് ബാക്കിയുള്ളവയൊക്കെയും. ആഗ്രഹം കൊണ്ടാണ് ബാക്കിയൊക്കെ ഉണ്ടാവുന്നത്. ഇന്നലെ പറഞ്ഞില്ലേ, അവിദ്യ പൂതന നഷ്ട. അജ്ഞാനമാണ് പൂതന. അജ്ഞാനത്തിൽ നിന്നാണ് ഈ ആഗ്രഹങ്ങൾ. അജ്ഞാനം കൊണ്ട് ഞാൻ ശരീരമാണെന്നുള്ള ബോധം, ചിന്ത വരും. ശരീരമാണ് ഞാനെന്ന ചിന്ത വരുമ്പോഴോ ശരീരത്തിന് ഇന്നതൊക്കെ വേണം എന്നുള്ള ആഗ്രഹം വരുന്നതാണ്. ആ ആഗ്രഹം പൂർത്തീകരിക്കാൻ, ആ കാമം പൂർത്തീകരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കർമ്മം ചെയ്യുന്നതാണ്. കർമ്മം ചെയ്താലോ കർമ്മത്തിന്റെ ഫലങ്ങളായ സുഖദുഃഖങ്ങൾ അനുഭവിക്കാൻ വീണ്ടും ശരീരം എടുക്കുക, ഉപേക്ഷിക്കുക, എടുക്കുക, ഉപേക്ഷിക്കുക. ഇത് ചെയ്തുകൊണ്ട് ഇതാണ് ഈ സംസാര ചക്രം. അപ്പൊ ഈ സംസാരത്തിന് മൂല കാരണം എന്താണ്? അജ്ഞാനം, ആഗ്രഹം. അപ്പൊ ഈ പൂതന എന്ന് വെച്ചാൽ ഈ ആഗ്രഹം തന്നെ. അല്ലെങ്കിൽ കാമം എന്നത് മറ്റെല്ലാ വികാരങ്ങളുടെയും അമ്മയാണ്. ഇപ്പൊ പൂതന അമ്മയുടെ രൂപത്തിലാണല്ലോ വരുന്നത്. അതാണ് പൂതനയുടെ സ്വരൂപം. സ്വതേ ആസുരിയ. പക്ഷെ കാഴ്ചയിൽ സുന്ദരിയായിട്ടുള്ള ലക്ഷ്മി ദേവിയെ പോലെ സുന്ദരിയായിട്ടുള്ള ഒരു സ്ത്രീ വേഷത്തിലാണ് വരുന്നത്. ഇതാണ് ആ ആഗ്രഹങ്ങളുടെ ഒക്കെ സ്വഭാവം എന്നാണ്. എല്ലാ ആഗ്രഹങ്ങളും ആദ്യമൊക്കെ നമുക്ക് നല്ലതാണെന്ന് തോന്നും. പക്ഷെ അനുഭവിച്ചു കഴിഞ്ഞാലോ അതിന്റെ ആസുരത്വം പ്രത്യക്ഷപ്പെടും. അങ്ങനെ തന്നെ അതിനോട് അടുക്കുന്നവരൊക്കെ നശിക്കുകയും ചെയ്യും. പൂതനയോട് അടുത്ത കുട്ടികളൊക്കെ മരിച്ചു. പക്ഷേ ഈശ്വരെങ്കിൽ എത്തുമ്പോ അത് താനേ നശിക്കും. പൂതന നശിക്കുന്നത് ഭഗവാനിലെത്തുമ്പോഴാണ്. അതുകൊണ്ട് എന്ത് വേണം? പൂതന, ആഗ്രഹങ്ങളാകുന്ന പൂതനയെ ജയിക്കാൻ ഒരേ ഒരു മാർഗ്ഗമേ ഉള്ളൂ. അത് ആ ആഗ്രഹങ്ങളെ ഈശ്വരനോട് കൂട്ടി യോജിപ്പിക്കുക. അങ്ങനെ ആയാലോ എന്താഗ്രഹം ഉണ്ടായാലും അതിനെയൊക്കെ ഈശ്വരാർപ്പണം ചെയ്തു എന്നാൽ ഉപദ്രവമില്ലാണ്ടായിട്ട് തീരും. അവിടെ മാത്രമേ, അല്ലെങ്കിൽ ഈശ്വരനിൽ മാത്രമേ ഈ ആഗ്രഹങ്ങളെ ലയിപ്പിക്കാൻ പറ്റുള്ളൂ. നമുക്ക് ഈ ഭൗതിക വിഷയങ്ങൾ വേണം എന്നുള്ള തോന്നല് വിട്ട് ഈശ്വരനെ വേണം എന്നൊരു തോന്നൽ ഉണ്ടാവണം. നോക്കൂ, ഈ ലോകത്തിലുള്ള മഹാത്മാക്കളൊക്കെ അവരുടെയൊക്കെ ആദ്യത്തെ അന്വേഷണം ഈശ്വരനെയാണ്. വിവേകാനന്ദ സ്വാമികള് അദ്ദേഹത്തിന്റെ ഇംഗ്ലീഷ് പ്രൊഫസർ ക്ലാസ് എടുത്ത് ആ സായിപ്പിൽ നിന്നാണ് അദ്ദേഹം ഈ, അതായത് രാമകൃഷ്ണ പരമഹംസരെ കുറിച്ച് അറിയുന്നത്. രവീന്ദ്രനാഥ ടാഗോറോട് പോലും ചോദിച്ചിട്ട് ശരിയായിട്ടുള്ള ഉത്തരം കിട്ടിയിട്ടില്ല വിവേകാനന്ദനല്ല, അന്ന് നരേന്ദ്രൻ. ഈശ്വരനെ കണ്ടിട്ടുണ്ടോ ചോദിച്ചപ്പോൾ വ്യക്തമായിട്ടുള്ള ഉത്തരം കിട്ടിയിട്ടില്ല. ഇവിടെ ഇംഗ്ലീഷ് പ്രൊഫസർ പറഞ്ഞു, ഈ പ്രകൃതി മുഴുവൻ ഈശ്വരനെ കൊണ്ട് നിറഞ്ഞിരിക്കുന്നു. അദ്ദേഹം ഈശാവാസി ഉപനിഷത്ത് പഠിച്ചിട്ട് പറഞ്ഞതല്ല. എന്നിട്ട് അദ്ദേഹം എന്താ അതിന് മറുപടി ബാക്കി പറഞ്ഞത്? അത് വെറുതെ പറയണതല്ല. പ്രകൃതി മുഴുവൻ ഈശ്വരനെ കൊണ്ട് നിറഞ്ഞിരിക്കുന്നു എന്ന് അനുഭവം വന്ന ഒരു മഹത് വ്യക്തി ദക്ഷിണേശ്വരത്തുണ്ട്. കണ്ടു കഴിഞ്ഞാൽ സാധാരണക്കാരിലും സാധാരണക്കാരൻ. പക്ഷെ ആ മഹാത്മാവിന്റെ മുഖത്തു നിന്ന് വീഴുന്ന അമൃതവാണികളുണ്ടല്ലോ, അത് ഈശ്വരനെ കൊണ്ട് നിറഞ്ഞതാണ്. ഇത് കേട്ടപ്പോ നരേന്ദ്രൻ തോന്നി എന്ന അദ്ദേഹത്തെ ചെന്ന് കാണണം. അങ്ങനെ ചെന്നു എന്നാണ് ദക്ഷിണേശ്വരത്ത്. പരമഹംസരെ കണ്ടു എന്നാണ്. അവിടെ ചെന്ന് ആദ്യം ചോദിച്ചത് ഒറ്റ ചോദ്യാണ്, അങ്ങ് ഈശ്വരനെ കണ്ടിട്ടുണ്ടോ എന്നാണ് ചോദിച്ചത്. അപ്പൊ ചിരിച്ചുകൊണ്ട് മറുപടി പറഞ്ഞു പരമഹംസര്, ഉണ്ട് കുഞ്ഞേ, ഞാൻ തന്നെ കാണുന്നതിനെ പോലെ കൂടുതലായിട്ട് ഈശ്വരനെ കാണുന്നുണ്ട് എന്നാണ്. ആശ്ചര്യപ്പെട്ടു നരേന്ദ്രൻ. എന്താ, ആദ്യമായിട്ടാണ് താൻ ഒരാളോട് ചോദിച്ചപ്പോ ഈശ്വരനെ കണ്ടിട്ടുണ്ട് എന്ന് പറയണത് എന്നാണ്. വേണമെങ്കിൽ നിനക്ക് കാണിച്ചു തരാൻ എനിക്ക് കഴിയുന്നതാണ്. അങ്ങനെ അന്ന് തുടങ്ങിയതാണ് ആ അപൂർവമായിട്ടുള്ള ഗുരുശിഷ്യ ബന്ധം. ഒന്ന് ആലോചിച്ച് നോക്കൂ.
അപ്പൊ ആ ആഗ്രഹങ്ങൾ ഈശ്വരനോട് കൂട്ടി യോജിപ്പിച്ചു കഴിഞ്ഞാല് പിന്നെ നമുക്ക് ഉപദ്രവത്തെ ചെയ്യില്ല. അത് ആ ഈശ്വരനിൽ മാത്രമേ നമ്മുടെ ആഗ്രഹങ്ങൾ ജയിക്കൂ. ബാക്കി എല്ലായിടത്തും അത് കൊഴുക്കുകയുള്ളൂ. ആഗ്രഹത്തിന്റെ പിന്നാലെ വരുന്ന മറ്റ് വികാരങ്ങളാണ് പൂതനയ്ക്ക് ശേഷം വരുന്ന അസുരന്മാരായിട്ട് ചിത്രീകരിക്കുന്നത് എന്നാണ്. അപ്പൊ നമ്മുടെ ആഗ്രഹങ്ങളെ മുഴുവൻ ഈശ്വരനെ അറിയാനുള്ള ആഗ്രഹമാക്കി തീർക്കുക. ഈശ്വരനെ അറിയാന്ന് വെച്ചാൽ ഈ പ്രപഞ്ചത്തെ അറിയുക. പ്രപഞ്ചം ഈശ്വരന്റെ സ്വരൂപമാണല്ലോ. അപ്പൊ പ്രപഞ്ചത്തിലെ എന്ത് വസ്തുവിനെ കണ്ടാലും അതൊക്കെ ഈശ്വരാംശമാണ് എന്ന് ബോധിക്കുക. അതിനാണ് പഞ്ചമസ്കന്ധത്തില് ഭൂഗോള വർണ്ണനയും ജ്യോതിർഗോള വർണ്ണനയും അതുപോലെ അതര സുതലാദികളുടെ വർണ്ണനയൊക്കെ പറഞ്ഞിരിക്കുന്നത്, നരകം ഉൾപ്പെടെ. ഈ കാണുന്നതൊക്കെ ഏത് ആഭരണങ്ങളെ കണ്ടാലും സ്വർണമായിട്ട് ബോധിക്കുന്നത് പോലെ പ്രപഞ്ചത്തിൽ ഏത് പദാർത്ഥത്തെ കണ്ടാലും ഈശ്വരാംശം, ഈശ്വരഭാവം. എഴുത്തച്ഛൻ പറഞ്ഞതുപോലെ യാതൊന്നു കണ്ടത് നാരായണ പ്രതിമ. കാണുന്നതൊക്കെ നാരായണ സ്വരൂപം എന്നാണ്. ഇങ്ങനെ നമുക്ക് പ്രകൃതിയെ, പ്രപഞ്ചത്തെ ആശ്രയിക്കാൻ കഴിഞ്ഞാൽ പിന്നെ ഈശ്വരനെ അന്വേഷിച്ച് എവിടെയും പോണ്ട. എല്ലാറ്റിലും നമ്മളിലും നിറഞ്ഞു നിൽക്കുന്നത് ആ ഈശ്വരനാണെന്നുള്ള ആ അനുഭവം നമുക്ക് വരും. അങ്ങനെ വന്നു കഴിഞ്ഞാലോ കാണുന്ന സകല ജീവജാലങ്ങളിലും ഈശ്വരഭാവത്തെ കണ്ട് വീണ് നമസ്കരിക്കാൻ നമുക്ക് തോന്നും. അതാണ് ഏകാദശത്തിൽ പറഞ്ഞിരിക്കുന്നത് ചണ്ടാള കോകരം. എന്ത് കണ്ട അവിടെ ഉച്ചനീചത്വം ഇല്ല, ഭേദഭാവനയില്ല. സകലതിനെയും ഈശ്വര സ്വരൂപത്തില്. ഇവിടെ പൂങ്കുന്നത്ത് പണ്ട് ഒരു നമ്പൂരി ഉണ്ട്. അദ്ദേഹം ഗുരുവായൂർക്ക് കാൽനടയായിട്ടാണ് പോവുക. പോണ സമയത്ത് വഴിയിൽ എന്ത് കണ്ടാലും വീട് നമസ്കരിക്കും അദ്ദേഹം. അത്ര വലിയ പരമഭാഗവതനാ. ശ്വാക്കളെ കണ്ടാലും ശ്വാവിന്റെ രൂപത്തിലുള്ള ഗുരുവായൂരപ്പ അങ്ങേക്ക് നമസ്കാരം എന്ന് പറഞ്ഞിട്ടാണ് നമസ്കരിക്കുക എന്നാണ്. ആലോചിച്ച് നോക്കൂ ആ മനസ്സിന്റെ ശുദ്ധി. ആ നീചമായിട്ടുള്ള ആ ഒരു വസ്തുവിലും ഈശ്വരന്റെ ഭാവത്തെ കാണാൻ കഴിയുന്നു. നമുക്കൊക്കെ ഉത്കൃഷ്ടമായിട്ടുള്ള പദാർത്ഥങ്ങളിൽ ചിലപ്പോ ആ അനുഭവം കാണാൻ കഴിഞ്ഞു എന്ന് വരാം. നിജമായിട്ടുള്ള പദാർത്ഥങ്ങളിലും ഈശ്വരന്റെ സ്വഭാവമാണ്. ഈശ്വരൻ നിന്ന് അന്യമായിട്ട് ഈ ലോകത്തിൽ ഒന്നുമില്ലല്ലോ. ഈശ്വരനെ സംബന്ധിച്ച് ഉച്ചനീചത്വ ഭേദങ്ങളൊന്നുമില്ല. അത് ഏകം, അദ്വയം, സച്ചിദാനന്ദം, ഇതൊക്കെയാണ് ഈശ്വരന്റെ ഭാവം. ആ ഏകനും അദ്വൈനുമായിട്ടുള്ള സച്ചിദാനന്ദ സ്വരൂപനായിട്ടുള്ള ഭഗവാൻ നമ്മുടെ ഉള്ളിലൊക്കെ ശരിക്ക് പരിലസിക്കുന്നുണ്ട്. പക്ഷെ എന്തുകൊണ്ട് നമുക്കത് കാണാൻ കഴിയില്ല? ദാ ഈ പറഞ്ഞ പോലെ ആഗ്രഹങ്ങള്, കാമങ്ങള്, വാസനകള് ഇതിനെ കൊണ്ട് നമ്മൾ മൂടി വെച്ചിരിക്കുകയാണ്. അപ്പൊ എന്തിനു വേണ്ടിയിട്ട് നമ്മൾ ദശമസ്കന്ധത്തിലെ കഥകളൊക്കെ പഠിക്കുന്നു? ആ ആഗ്രഹങ്ങളും അതുപോലെ തന്നെ ആ ഈശ്വരനെ മറച്ചിരിക്കുന്ന ആ മായയുടെ മറകളെ പതുക്കെ 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 നീക്കാൻ. എപ്പോഴത് നീങ്ങുക? ഭഗവത് കഥകൾ കേട്ട് കേട്ട് വീണ്ടും വീണ്ടും കേട്ട് ഭക്തി വളരുമ്പോ ഈ ഭക്തി മനോമാലിന്യത്തെ നശിപ്പിക്കാൻ ഏറ്റവും നല്ലതാണ്. ഭക്തി കൊണ്ടേ മനോമാലിന്യങ്ങൾ നശിക്കുള്ളൂ, വേറെ ഒന്നും കൊണ്ട് നശിക്കില്ല. ഈ പണ്ടൊക്കെ കണ്ണിന് തിമിര രോഗം വന്നു കഴിഞ്ഞാല് ഒരു അഞ്ജന ചികിത്സ എന്നും പറഞ്ഞൊരു ചികിത്സയുണ്ട്. ഒരു തരം മഷി കണ്ണിൽ എഴുതുകയാണ്. അത് ഒരു ദിവസം എഴുതിയത് കൊണ്ടോ 9 ദിവസം എഴുതിയത് കൊണ്ടോ ഒന്നും പെട്ടെന്ന് കണ്ണില് തിമിരം പോവില്ല. പക്ഷെ നമ്മൾ ശ്രദ്ധയോടുകൂടി ദിവസവും ഈ അഞ്ജന ചികിത്സ ചെയ്യുകയാണെങ്കിൽ ദിവസവുമുള്ള അഞ്ജന ചികിത്സയുടെ പ്രഭാവം കൊണ്ട് കണ്ണില് തിമിരം കുറഞ്ഞ് 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 കാഴ്ച കൂടി കൂടി വരും. ഇതുപോലെയാണ് മനോമാലിന്യങ്ങൾ നീങ്ങാൻ ഭഗവത് കഥകൾ കേട്ട് ഭക്തി വളർത്തുന്നത്. ഭക്തി നമ്മുടെ മനസ്സിലെ സകലവിധ കർമ്മവാസനകളെയും, വിറകിനെ എങ്ങനെയാണോ അഗ്നി ദഹിപ്പിക്കുന്നത് അതുപോലെ നശിപ്പിക്കുന്നതാണ്. അപ്പൊ ആ തരത്തില് ആ കർമ്മവാസനകളെ നശിപ്പിച്ച് ഭക്തി വളരുമ്പോ മനസ്സ് ശുദ്ധമാകും. അപ്പൊ നമുക്ക് ആ അനുഭവത്തിലെത്താനും പറ്റും. അപ്പൊ അതിനുള്ള മാർഗമാവണം ആ നിലയിലേക്ക് കഥകൾ കേട്ട് നമുക്ക് ഉയരാൻ കഴിയണം. അപ്പൊ ഇവിടെ പൂതനയ്ക്ക് ശേഷം ഇനി അടുത്ത് വലിയ വിശേഷ ഭാവങ്ങളൊന്നും കൂടാതെ കുറച്ചു ദിവസം കഴിയുകയാണ്. ആ ഭഗവാന്റെ അത്യാകർഷകമായിട്ടുള്ള ദിവ്യ സാന്നിധ്യത്തില് ആ ഗോകുലവാസികള് സംസാര താപങ്ങളൊക്കെ മറക്കുക.
ഒന്ന് ആലോചിച്ച് നോക്കൂ. നമ്മൾ ശ്രദ്ധയോടുകൂടെ ഭഗവാന്റെ കഥകൾ കേട്ടുകൊണ്ടിരിക്കുമ്പോ നമ്മൾ നമ്മളെ കുറിച്ച് തന്നെ ഓർക്കാറുണ്ടോ? ഞാനും ഈ 1 മണിക്കൂർ കഴിഞ്ഞിട്ടാണ് സമയം എത്രയായോ എന്ന് ചിലപ്പോൾ ചിന്തിക്കാറുള്ളൂ. ശ്രദ്ധയോടുകൂടെ അത് കേട്ടുകൊണ്ടിരിക്കുമ്പോ നമ്മളെല്ലാം മറക്കുകയാണ്. ആ ഭഗവത് കഥകൾക്ക് തന്നെ ആ കേൾക്കുന്ന മാത്രയില് നമുക്ക് ഈ ലോകത്തെയും നമ്മളെയും മറക്കാനുള്ള കഴിവ് ഭഗവത് കഥകൾക്ക് ഉണ്ടെങ്കിൽ ഭഗവാനെ കണ്ടുകൊണ്ടിരിക്കുന്ന ആളുകൾക്ക് പിന്നെ ആ സമയത്തിന്റെ ഭാവത്തെ കുറിച്ച് ചിന്തയുണ്ടാവുമോ? ആ സമയത്തൊന്നും ദേശകാലങ്ങളെ കുറിച്ച് ചിന്തിക്കില്ല. ആ സമയത്ത് ചിന്തിക്കുന്നത് ഈശ്വരനെ കുറിച്ചാണ്. ആ ഈശ്വരനെ കുറിച്ച് ചിന്തിക്കുമ്പോഴോ ആ ഈശ്വരൻ നശിക്കാത്ത വസ്തുവാണ്, ആത്മസ്വരൂപിയാണ്. അതുകൊണ്ടാണ് നമ്മൾ മറ്റൊന്നിനെ കുറിച്ച് ചിന്തിക്കാത്തത്. നമ്മുടെ ഉള്ളിലുള്ള വസ്തു അമൃത സ്വരൂപം, അതിനൊരിക്കലും നാശമില്ല. ഇതറിയാതെ കണ്ട് നമ്മൾക്ക് ഇടയ്ക്കൊക്കെ തോന്നാറുണ്ട്. ഒരാള് ഒരു ദിവ്യനായിട്ടുള്ള മഹാത്മാവിന്റെ അടുത്തെത്തിയിട്ട് അദ്ദേഹത്തെ നമസ്കരിച്ചിട്ട് പറഞ്ഞു, എനിക്ക് അമ്മ മാത്രമേ ഉള്ളൂ. എൻ്റെ അമ്മയ്ക്ക് എന്നെ വലിയ ഇഷ്ടമാണ്, എനിക്ക് തിരിച്ചും അതുപോലെ തന്നെ. അങ്ങനെയുള്ള എൻ്റെ അമ്മയ്ക്ക് കുറച്ച് പ്രായമൊക്കെ ആയി, 10-75 വയസ്സായി. അപ്പൊ എന്താ വേണ്ടത് ചോദിച്ചു മഹാത്മാവ്. എൻ്റെ അമ്മ ഒരു 10-15 കൊല്ലം കൂടി ജീവിച്ചിരിക്കണം എന്ന് മോഹമുണ്ട് എന്നാണ്. അപ്പൊ അദ്ദേഹം പറഞ്ഞു, ഞാനത് സമ്മതിക്കാം, അമ്മയ്ക്ക് ഒരു 15 കൊല്ലം കൂടെ ആയുസ് കൊടുക്കാം. പക്ഷേ ആ 15 കൊല്ലവും താൻ ജീവിച്ചിരിക്കുന്ന വല്ല ഉറപ്പുണ്ടോ? അപ്പോഴാണ് അദ്ദേഹം ചിന്തിച്ചത്. എന്താ അദ്ദേഹം അതായത് അമ്മ ഒരു 15 കൊല്ലം ജീവിച്ചിരിക്കണം എന്ന് പറഞ്ഞപ്പോ ആ സമയത്ത് അദ്ദേഹത്തിന്റെ ഉള്ളിൽ എന്താ? താൻ മരിക്കാത്ത ആളാണെന്നുള്ള ചിന്തയാണ്. സത്യം അതല്ലേ? ഒന്നാലോചിച്ച് നോക്കൂ. നമ്മുടെ ഉള്ളിലുള്ള ആ ചൈതന്യത്തിന് നാശം ഉണ്ടാകുന്നുണ്ടോ? അപ്പൊ നമ്മളൊക്കെ ഒരിക്കലും നശിക്കാത്ത പരമവസ്തുവാണ്. അപ്പൊ ആ വസ്തുവാണ് താൻ എന്നുള്ള അറിവ് ഈ ശരീരത്തിൽ തട്ടി അത് ഇല്ലാണ്ടാവുകയാണ്. നമ്മളൊക്കെ വിചാരിച്ചിരിക്കുന്നത് ഈ ശരീരമാണ് ഞാൻ എന്നാണ്. അതെങ്ങനെ ഞാൻ ശരീരമാകും? പറയുന്നത് എൻ്റെ ശരീരം എന്നല്ലേ? എൻ്റെ വീട്, എൻ്റെ ഭാര്യ, എൻ്റെ മക്കള്, എൻ്റെ ശരീരം, എൻ്റെ ധനം, എൻ്റെ പദവി, ഇതൊക്കെ എന്റെയാ, ഞാനല്ല അതൊന്നും. അപ്പൊ ഇതിൽ നിന്നൊക്കെ അപ്പുറത്താണ് ഈ ഞാൻ. അല്ലെങ്കിൽ ഇതിനെയൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്ന, ഇതിനൊക്കെ സാക്ഷിയായിട്ടിരിക്കുന്ന ആ ആളാണ്. അതാണ് എൻ്റെ സ്വരൂപം. അതിനൊരിക്കലും നാശമില്ല. നമ്മളൊക്കെ ഞാൻ 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 എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നില്ലേ? ഈ ഞാനിന് വല്ല നാശം ഉണ്ടാവുമോ? ഒരു 50 വയസ്സായയാളോട് ചോദിച്ചു നോക്കുക, ഒരു 50 കൊല്ലം കഴിഞ്ഞ് അങ്ങ് എവിടെയായിരിക്കും? അയ്യോ, അന്ന് ഞാൻ മരിച്ചിട്ടുണ്ടാകുന്ന അയാൾ പറയുക. എന്താ പറയുന്നത്? അന്ന് ഞാൻ മരിച്ചിട്ടുണ്ടാകുന്ന. അല്ല, ഈ 50 കൊല്ലം മുമ്പ് അങ്ങ് എവിടെയായിരുന്നു ചോദിച്ചു. അന്ന് ഞാൻ ജനിച്ചിട്ടില്ല. അപ്പൊ ജനിക്കുന്നതിന്റെ മുമ്പും ഉണ്ട് ഈ ഞാന്, മരിച്ചു കഴിഞ്ഞാലും ഉണ്ട് ഈ ഞാൻ. ചിന്തിച്ചു നോക്കൂ. ആ ഞാനിനെ മറന്ന് നശിക്കുന്ന ഈ ശരീരമാണ് താൻ എന്ന് തെറ്റിദ്ധരിച്ചു നമ്മളൊക്കെ. അതുകൊണ്ടാണ് നമ്മൾ അതിന്റെ പിന്നാലെ ഓടിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ ഇവിടെ ഇനി ആ ഭഗവാന്റെ ആ സാന്നിധ്യം കൊണ്ട് എല്ലാവിധ സംസാര ദുഃഖങ്ങളും അവര് മറന്ന് ആനന്ദിക്കുകയാണ്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഭഗവാന്റെ ആദ്യത്തെ ജന്മനക്ഷത്രം വരിക. 28ാമത്തെ ദിവസം ആദ്യത്തെ ജന്മനക്ഷത്രം വരുമല്ലോ, അത് വരിക. അപ്പോ യശോദാദേവി വിചാരിച്ചു ഇത് വളരെ വിശേഷമായിട്ട് ആഘോഷിക്കണം എന്നാണ്. അതിന് ധാരാളം ബന്ധുക്കളെയൊക്കെ ക്ഷണിച്ചു. ആ ബന്ധുക്കള് അവരെ സ്വീകരിക്കുക. അതുപോലെ തന്നെ ആ കുട്ടിയുടെ ആ ദിവസം, ജന്മ നക്ഷത്ര ദിവസം വേണ്ട ഹോമാദി കർമ്മങ്ങള്, അതുപോലെ തന്നെ അതൊക്കെ ചെയ്യാൻ ബ്രാഹ്മണരായിട്ടുള്ള വേദപണ്ഡിതന്മാരായിട്ടുള്ള ബ്രാഹ്മണര്, ഇവരൊക്കെ അവിടെ എത്തുകയാണെന്നാണ്. ഇവിടെ ഈ തൃണാവർത്തമോക്ഷം അല്ലെങ്കിൽ ശകടാസുരവധം എന്ന കഥ ആരംഭിക്കുമ്പോ തന്നെ ആ അധ്യായത്തിന്റെ തുടക്കത്തിൽ പറയണത് ഭഗവാന്റെ ഓരോ ലീലകളും എൻ്റെ കാതുകൾക്ക് അമൃത ധാരയായിട്ട്, മനസ്സിന് ആലോചന അമൃതമായിട്ടാണ് തീരുന്നത്. അപ്പൊ എത്ര കേട്ടാലും മതിയാകണില്ല ഭഗവാന്റെ കഥ എന്നാണ്. എന്താ? ഏനാവതാരേണ ഭഗവാൻ ഹരിരീശ്വര കരോതി കർണരമ്യാണി മനോജ്ഞാനി ജനപ്രഭോ. ആ ഭഗവാന്റെ മഹാത്മ്യങ്ങള് ആ കേൾക്കും തോറും അത് അമൃതാനന്ദാനുഭൂതിയെയാണ് തരുന്നത് എന്നാണ്.
നോക്കൂ, ഇവിടെ ആ ഭഗവാന്റെ കഥകൾ കേൾക്കുന്ന സമയത്ത് മനസ്സിലെ വല്ലായ്മകള്, ആഗ്രഹങ്ങള് ഒക്കെ അകന്നു പോയിക്കൊണ്ടിരിക്കുകയാണ് അല്ലെ? അപ്പൊ ഭഗവത് കഥകൾ കേൾക്കുമ്പോ നമുക്ക് ആ അനുഭവത്തിലേക്ക് എത്താൻ പറ്റും. എത്രയോ ആളുകള് അത് കേട്ട് മറ്റെല്ലാം ഉപേക്ഷിച്ചിട്ട് അതിനെ മാത്രം ആശ്രയിച്ചുകൊണ്ട് പോണില്ലേ? ഞാൻ അതായത് ഈ കൊറോണ തുടങ്ങുന്നതിന്റെ കുറച്ചു മുമ്പ് ഫെബ്രുവരിയിൽ ഇവിടെ പാലക്കാടുള്ള ഒരു അമ്പലത്തിലെ പ്രഭാഷണത്തിന് പോയി. അപ്പൊ അവിടെ ചെന്നപ്പോ അവിടെ ആ സപ്താഹത്തിൽ അത് ഒരു 9 ദിവസം നീണ്ടു നിൽക്കുന്ന ഒരു നവാഹാണ് ഭാഗവതം. അതിൽ 2 ദിവസം എനിക്കാണ് കഥ പറയാനുള്ള സന്ദർഭം. അപ്പൊ ഞാൻ 4-ാമത്തെ ദിവസം മറ്റെയാണ് ഞാൻ ചെല്ലുന്നത്. അപ്പൊ അന്ന് കഥ പറഞ്ഞുകൊണ്ട് ഫ്രീ ടൈമിൽ ഒരാൾ എൻ്റെ അടുത്തേക്ക് വന്നു. അപ്പൊ ആരാണോ ചോദിച്ചു. അദ്ദേഹം പറഞ്ഞു, ഞാൻ തൃശ്ശൂർ വലിയൊരു ബിസിനസ്സുകാരനാണ്, പാലക്കാടാണ് താമസം എന്നിട്ടോ. അല്ല, ഞാൻ സപ്താഹം തുടങ്ങിയ ദിവസം രാവിലെ തൊഴാൻ വന്നപ്പോ ഒന്നും കൂടി കയറിയതാ, അതിനുശേഷം ഞാൻ പിന്നെ ആഫീസിലേക്ക് പോയിട്ടില്ല എന്നാണ്. കാരണം ഭഗവത് കഥകൾ കേൾക്കുമ്പോ നമ്മൾ മറ്റുള്ളതൊക്കെ അങ്ങ് ഉപേക്ഷിക്കുന്നു. അതൊക്കെ ഉപേക്ഷിക്കാൻ കഴിയാത്തതല്ല എന്ന് നമുക്ക് മനസ്സിലാവുന്നതാണ്. അപ്പോ ഇവിടെ ആ മനസ്സ് ശുദ്ധമായി തീരണു. അതാണ് അതിന്റെ അടിസ്ഥാനം. ആ ഭഗവാനിൽ ഉറച്ച ഭക്തി ഉണ്ടാകണോ, ഭഗവത് ഭക്തന്മാരോടുള്ള ആ സംഘം അത് വളരെ വിലമതിക്കാൻ കഴിയാത്തതാണ്. അപ്പൊ ആ സത്സംഗം സാധിക്കുകയാണ്. ഇങ്ങനെ എല്ലാവിധ പാപവാസനകളെയും അതിവേഗം നശിപ്പിക്കുന്നതും മനസ്സിനെ ഹരിക്കുന്നതും ആയ ആ ബാലലീലകളെ ഇനിയും എനിക്ക് പറഞ്ഞു തരണം. അതാന്യതപി കൃഷ്ണസ്യ ഭോഗാചരിതമദ്ഭുതം മാനുഷം ലോകമാസാദ്യ തജ്ജാതി മനുരുന്ധത. അപ്പൊ അത് അങ്ങനെയുള്ള ആ ഭഗവാന്റെ കഥകള് എനിക്ക് വിസ്തരിച്ച് പറഞ്ഞു തരൂ. ഇങ്ങനെയുള്ള പരീക്ഷത്തിന്റെ അപേക്ഷയെ മാനിച്ചിട്ടാണ് ശുഖബ്രഹ്മഋഷി കഥ പറയാൻ ആരംഭിക്കുന്നത്. അപ്പോ ഇതിന് 2 അഭിപ്രായം ഉണ്ട്. 28ാമത്തെ ദിവസത്തെ ആദ്യത്തെ നക്ഷത്രം വരുന്നതും അല്ല 3ാമത്തെ മാസത്തിലെ പക്കപ്പിറന്നാള് എന്നൊരു അഭിപ്രായം കൂടി ഭാഗവതോത്തമന്മാരുടെ ഇടയിലുണ്ട്. അതെന്തോ ആവട്ടെ. എന്തായാലും ഇവിടെ നമുക്ക് 28 എന്ന് എടുത്താൽ മതി. സാധാരണക്കാരായിട്ടുള്ള ആളുകളൊക്കെ നമ്മൾ അങ്ങനെയാണല്ലോ ആഘോഷിക്കുക. അപ്പൊ ഒരുപാട് ബന്ധുക്കളെയൊക്കെ ക്ഷണിച്ചു. അതുപോലെ വേദജ്ഞന്മാരായിട്ടുള്ള ബ്രാഹ്മണരെയൊക്കെ വിളിച്ചു. ആ ബ്രാഹ്മണര് ജപിച്ചു കൊടുത്ത മന്ത്രജലത്തില് ആ ഉണ്ണിയെ രാവിലെ നേരത്തെ എഴുന്നേറ്റ് കുളിപ്പിച്ചു എന്നാണ്. വസ്ത്രം, മാല, പശുക്കള്, ഭക്ഷണം ഇതൊക്കെ നൽകി ബ്രാഹ്മണരെ നമസ്കരിക്കുകയാണ്. ബ്രാഹ്മണര് കുട്ടിക്ക് വേണ്ട സംസ്കാര ക്രിയകളും ആ രക്ഷകളൊക്കെ ചെയ്യുകയാണ്. കുറച്ചു കഴിഞ്ഞപ്പോ കുട്ടിക്ക് ഉറക്കം വന്നു. ഈ കുളിപ്പിച്ചു കഴിഞ്ഞ പെട്ടെന്ന് കുട്ടികൾക്ക് ഉറക്കമൊക്കെ വരുന്നതാണ്. ഉറക്കം വന്നത് കൊണ്ട് എന്താ ചെയ്തത് യശോദ? ആ വീട്ടിന്റെ പുറത്ത് ഒരു കാളവണ്ടി നിൽക്കുന്നുണ്ട്. ഈ കാളവണ്ടിയുടെ അടുത്ത് ഒരു തൂക്ക് കെട്ടിയിട്ട് അതിൽ കുട്ടിയെ കിടത്തി ഗോപക്കുട്ടികളോട് ഉണ്ണിയെ നോക്കിക്കൊള്ളണം എന്ന് പറഞ്ഞ് ഏൽപ്പിച്ചിട്ട് യശോദ അതിഥികളെ സ്വീകരിക്കാനുള്ള തത്രപ്പാടില് അകത്തേക്ക് പോയിരിക്കുന്നതാണ്. അവർക്ക് വേണ്ട പദാർത്ഥങ്ങളൊക്കെ ഉണ്ടാക്കണം, അവരെ വേണ്ടതുപോലെ സ്വീകരിക്കണം, അതിനൊക്കെ ആയിട്ട് എന്നാണ്. കുറച്ചു കഴിഞ്ഞപ്പോഴോ ഭഗവാൻ ഒന്ന് ഉണർന്നു എന്നാണ്. ഉണർന്ന് അമ്മയെ കാണണം, അമ്മിഞ്ഞ കുടിക്കണം എന്നുള്ള മോഹത്തിൽ ഒന്ന് കരയുക. പക്ഷെ യശോദാദേവി വീട്ടിലെ കാര്യങ്ങളുടെ ഇടയില് ആ തിരക്കില് ഉണ്ണിയുടെ കരച്ചില് കേട്ടില്ല എന്നാണ്. കരഞ്ഞുകൊണ്ട് കിടന്ന ഭഗവാൻ തന്റെ കാലൊന്ന് ഉയർത്തി എന്നാണ്. അടുത്തുള്ള ആ വണ്ടിയിലേക്ക് ഒരു ചവിട്ടാണ്. ഭഗവാന്റെ ആ കാല് ആ കാളവണ്ടിയിൽ കൊണ്ടതോടുകൂടെ ആ വണ്ടി അങ്ങ് ആകാശത്തിലേക്ക് ഉയർന്നു പോയിട്ട് പിന്നെ കഷ്ണങ്ങളായിട്ട് തെറിച്ച് വീഴുകയാണ് എന്നാണ്. വണ്ടിയിലുണ്ടായിരുന്ന ഗോരസങ്ങള് വെച്ചിരുന്ന പാത്രങ്ങളൊക്കെ വലിയ ശബ്ദത്തോടു കൂടി ഉരുണ്ടു വീണ് അവിടെ ഒടുകയാണ്. വണ്ടി തകർന്ന ശബ്ദം കേട്ട് നന്ദഗോപരും യശോദയും ഗോപന്മാരും ഗോപികളൊക്കെ ഓടി വന്നു. അവര് വന്ന് നോക്കുമ്പോ എന്താ കണ്ടത്? ഉണ്ണിയുടെ അടുത്ത് നിന്നിരുന്ന കാളവണ്ടി തകർന്ന് കിടക്കുക. ഇതെങ്ങനെയാണ് അവർക്ക് ആശ്ചര്യം. കുട്ടിയെ നോക്കാൻ ഏൽപ്പിച്ച ഗോപബാലന്മാര് പറഞ്ഞു, യശോദമ്മേ ഉണ്ണി കരഞ്ഞ കാലൊന്ന് ഉയർത്തി. ഉണ്ണിയുടെ കാല് കാളവണ്ടിയിൽ കൊണ്ടു, കാളവണ്ടി തകർന്നു. അത് യശോദയ്ക്ക് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. ഈ കുട്ടികൾ എന്തൊക്കെയോ പിച്ചും പേയും പറയണു എന്നാണ് യശോദ കരുതി പറഞ്ഞത് എന്നാണ്. അതായത് ഗോപന്മാരും ഗോപികളും കുട്ടികളുടെ വാക്കൊന്നും വിശ്വസിച്ചില്ല എന്നാണ് അല്ലെ? നമ്മുടെ ബുദ്ധിക്കും മനസ്സിനും ഒക്കെ വിശ്വസിക്കണമെങ്കിൽ അതിനൊക്കെ ഒരു പരിധിയുണ്ട്. ഈശ്വരനാണെങ്കിലോ പരിധിയില്ലാത്ത വസ്തുവാണ്.
ഈ പരിധിയുള്ള ബുദ്ധിയെ കൊണ്ടും വാക്കുകളെ കൊണ്ടും മനസ്സുകൊണ്ടും എങ്ങനെയാണ് പരിധിക്ക് അപ്പുറത്ത് വിളങ്ങുന്ന ഈശ്വരനെ ബോധിക്കാൻ കഴിയുക? അപ്പൊ നമ്മുടെ ബുദ്ധിക്ക് തോന്നിയത് മാത്രമേ നമ്മൾ സത്യമാണെന്ന് വിശ്വസിക്കുള്ളൂ. ഒന്ന് ആലോചിച്ച് നോക്കി, ഈ ലോകത്തിന്റെ കാര്യം തന്നെ എന്തെല്ലാം ആശ്ചര്യങ്ങളാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ ബുദ്ധിയിൽ ഒതുങ്ങി നിൽക്കുന്നുണ്ടോ അത്? അപ്പൊ എന്താ യശോദ വെറും 3 മാസം പ്രായമായിട്ടുള്ള ഈ കുഞ്ഞ് ഇത്രയും വലിയ വണ്ടി എങ്ങനെയാണ് ചവിട്ടി മറിക്കുക? ഈ കുട്ടികൾ വെറുതെ പറയുകയാണ് എന്നാണ് തോന്നിയത് എന്നാണ്. എന്നാൽ ഈ കിടക്കുന്ന ആ ബാലന്റെ ബലം പരീക്ഷത്തെ ആർക്കറിയാൻ കഴിയുക? അപ്രമേയം ബലം തസ്യ ബാലകസ്ത്യന ദേവിദൂ. 3 മാസം പ്രായമായിട്ടുള്ള കുട്ടിയുടെ കാല് കാളവണ്ടി കൊണ്ടാല് കാളവണ്ടി എങ്ങനെ തകരുകയെന്ന യശോദ? ഇത് 3 മാസം പ്രായമായ കുട്ടിയാണോ? സർവശക്തനായിട്ടുള്ള ഭഗവാൻ 3 മാസം പ്രായമായിട്ടുള്ള കുട്ടിയുടെ രൂപത്തിൽ ഇവിടെ കിടക്കുകയാണെന്ന് യശോദയ്ക്ക് മനസ്സിലായില്ല. ആ ബാലന്റെ ബലം ആർക്ക കണക്കാക്കാൻ കഴിയുക? പിന്നെ കരയുന്ന ഉണ്ണിയെ എടുത്ത് വാരിയെടുത്ത് ബ്രാഹ്മണരെ കൊണ്ട് രക്ഷ ചെയ്യിപ്പിച്ച് യശോദ അമ്മിഞ്ഞ കുടിപ്പിച്ചു. ഗോപന്മാര് പിന്നെ ആ വണ്ടിയൊക്കെ നേരെയാക്കി വെക്കുകയാണ് എന്നാണ്. ബ്രാഹ്മണര് ആ ഗ്രഹശാന്തിക്കുള്ള ഹോമാദി കർമ്മങ്ങളൊക്കെ ചെയ്തു. തൈര്, അക്ഷതൻ, കുശ ഇവ കൊണ്ടൊക്കെ ബ്രാഹ്മണര് ഗ്രഹപൂജ ചെയ്തു. അങ്ങനെയുള്ള ബ്രാഹ്മണരെ ഒന്ന് വിശേഷിപ്പിക്കുകയാണ് അവിടെ. എന്താ? അവരെ കൊണ്ട് അനുഗ്രഹിപ്പിക്കുക. എന്താ ബ്രാഹ്മണരുടെ അനുഗ്രഹത്തിന്റെ പ്രത്യേകത? ആ ബ്രാഹ്മണര് എന്ന് വെച്ചാൽ സത്യശീലാനാം ആശിഷോ വിഫലാകൃതാഹ. അറിയാണ്, ഈ അസൂയ, അസത്യം, ദമ്പം, വിദ്വേഷം, ഹിംസ, അഭിമാനം ഈ ദുർഗുണങ്ങളൊന്നും ഇല്ലാത്ത ആളുകളാണ് ബ്രാഹ്മണര്. അവരെല്ലായ്പ്പോഴും സത്യം മാത്രം പറയുന്ന ആളുകളാണ്. അവരുടെ അനുഗ്രഹം ഒരിക്കലും പാഴായിത്തീരില്ല എന്ന് പറഞ്ഞിട്ടാണ് ആ ബ്രാഹ്മണരെ കൊണ്ട് കുഞ്ഞിനെ അനുഗ്രഹിപ്പിക്കുന്നത് എന്നാണ്. അതാണ് നമ്മളൊക്കെ മഹാത്മാക്കളെ ബ്രാഹ്മണരെയൊക്കെ കണ്ടാൽ പോയി നമസ്കരിക്കുന്നതാണ്. അവര് നന്നാവട്ടെ എന്ന് പറഞ്ഞാൽ ഈ നമസ്കാരത്തിന്റെയൊക്കെ പ്രത്യേകത, ആരെ കണ്ടാലും പോയി നമസ്കരിക്കാൻ പറയും. എന്താന്ന് വെച്ചാൽ നമ്മൾ ആരെയാണോ നമസ്കരിക്കുന്നത്, നമസ്കരിക്കുന്ന ആൾക്ക് എന്തെല്ലാം ഗുണങ്ങളുണ്ടോ അതൊക്കെ നമസ്കരിക്കുന്നത് നമുക്കുണ്ടാവും, കിട്ടും. ആ നമസ്കരിക്കുന്ന ആള് ഇവൻ ഇപ്പൊ കൊള്ളരുതാത്തവനാണ് തന്നെ നമസ്കരിച്ചത് എങ്കിലും അവൻ നേരെയാവട്ടെ എന്ന് ഒന്ന് പറഞ്ഞ് അനുഗ്രഹിച്ചു കഴിഞ്ഞാൽ അവനെ നേരെയാക്കേണ്ട ചുമതല ഭഗവാൻ ഏറ്റെടുക്കുന്നതാണ്. അപ്പോ സജ്ജനങ്ങളെ ചെന്ന് കാണുക, അവരെ നമസ്കരിക്കുക. അതുകൊണ്ട് തന്നെ അവരുടെ അനുഗ്രഹം കിട്ടിയാല് പിന്നെ നമ്മള് നേരെയാവുന്നതാണ്. ഇവിടെ അതുകൊണ്ടാണ് ബ്രാഹ്മണരുടെ അനുഗ്രഹം ഇങ്ങനെയുള്ള പറഞ്ഞ ബ്രാഹ്മണരെ കൊണ്ട് കുട്ടിയെ പ്രത്യേകം അനുഗ്രഹിപ്പിച്ചു. ആ ബ്രാഹ്മണർക്ക് അന്നദാനം, പശുദാനം തുടങ്ങിയതൊക്കെ ചെയ്തു. ബ്രാഹ്മണരെ കുഞ്ഞിനെ ആശീർവദിക്കുകയൊക്കെ ചെയ്തു. ഇതാണ് ആ ഭഗവാൻ വണ്ടി ചവിട്ടി മറിച്ചതായിട്ടുള്ള ഭഗവാന്റെ ഒരു ലീല എന്നാണ്. ശകടം ജഡം എന്നാണ് ശാസ്ത്രം പറയുക. നമ്മുടെ ഉള്ളിലുള്ള ജഡഭാവത്തെയാണ് ഇപ്പൊ ശകടാസുരനെ വധിക്കുന്നതിലൂടെ ഭഗവാൻ അനുഗ്രഹിക്കുന്നത്. നമ്മളൊക്കെ ഈ ജഡമായിട്ടുള്ള പദാർത്ഥങ്ങളിൽ സത്യബുദ്ധിയെ വെച്ച് പുലർത്തിക്കൊണ്ട് നടക്കുന്ന കൂട്ടരാണ്. അത് പോണം. സത്യമായിട്ടുള്ള വസ്തുവിനെ നമ്മൾ അറിയണം. അതിന് ഈ ജഡഭാവം നീങ്ങിയാലേ പറ്റുള്ളൂ എന്നാണ്. അത് കഴിഞ്ഞ് പിന്നെ അങ്ങനെ കുറച്ചു കാലം കഴിഞ്ഞു. അപ്പോഴാണ് ഉണ്ണിക്ക് 1 വയസ്സാവുന്നു. യശോദ ഉണ്ണിയെ മടിയിലെടുത്ത് വെച്ച് ഇങ്ങനെ ലാളിക്കുകയാണ്. കുട്ടിയുടെ ശരീരത്തിന് ആ സമയത്ത് വല്ലാണ്ട് ഭാരം കൂടി വരുന്നതായിട്ട് തോന്നുകയാണ്. യശോദയ്ക്ക് ആശ്ചര്യം, ഒരു കുഞ്ഞിനെയൊക്കെ എടുക്കുമ്പോ ആ കുഞ്ഞിന് ഇത്ര ഒരു ഭാരമൊക്കെ ഇത്ര ഒരു പരിധി ഉണ്ടല്ലോ. അത് എല്ലാവർക്കും അറിയുന്നതാണ്. പക്ഷെ യശോദയ്ക്ക് ഇന്ന് അങ്ങനെയല്ല തോന്നുന്നത്. എന്തോ ഒരു അതായത് വല്ലാത്ത ഒരു ഭാരം കൂടുതൽ ഉണ്ണിക്ക് എന്നാണ്. അപ്പോ വല്ലാത്ത ഭാരം തോന്നിയപ്പോ എന്താ ചെയ്തത്? ആ ഉണ്ണിയെടുത്ത് തനിക്ക് എടുത്ത് പൊറുക്കാൻ പറ്റണില്ല. അപ്പോ ആ കുട്ടിയെടുത്ത് താഴെ വെച്ചു എന്നാണ്. താഴെ വെച്ച സമയത്താണ് ഗോകുലത്തില് നല്ല അതിശക്തമായിട്ടുള്ള ഒരു ചുഴലിക്കാറ്റുണ്ടാകുക. പൊടിപടലങ്ങളെ കൊണ്ട് അന്തരീക്ഷം മുഴുവൻ നിറയുക. ഈ പൊടിപടലങ്ങളുടെ പ്രഭാവം കൊണ്ട് യശോദയ്ക്ക് കണ്ണ് തുറക്കാൻ പറ്റാത്തൊരവസ്ഥയായി. യശോദ കണ്ണടച്ചു. ഈ കണ്ണടച്ച സമയത്തോ പെട്ടെന്ന് ഒരു അസുരൻ, ഒരു കാറ്റിന്റെ രൂപത്തില്, തൃണാവർത്തൻ എന്ന പേരായിട്ടുള്ള അസുരനാണ്. ഈ അസുരൻ വന്ന് ഉണ്ണിയെ ആകാശത്തിലേക്ക് ഉയർത്തിക്കൊണ്ടുപോയി അസുര ശരീരം സ്വീകരിച്ചു. ആകാശത്തിൽ വന്നത് കാറ്റിന്റെ രൂപത്തില.
ആകാശത്ത് വെച്ച് അസുര ശരീരം സ്വീകരിച്ചതോടുകൂടെ ഇപ്പോ ഇവിടെയുള്ള ആ കാറ്റൊക്കെ അടങ്ങുകയും ചെയ്തു എന്നാണ്. അപ്പോഴാണ് ഈ ചുഴലിക്കാറ്റൊക്കെ അടങ്ങി എന്ന് കണ്ടപ്പോ യശോദാദേവി പതുക്കെ കണ്ണു തുറന്ന് നോക്കിയപ്പോഴോ അടുത്ത കുഞ്ഞിനെ കാണാനില്ല. യശോദ വാവിട്ട് നിലവിളിക്കാൻ തുടങ്ങി. യശോദയുടെ കരച്ചിൽ കേട്ടിട്ടാണ് ഗോപസ്ത്രീകള് അവിടെ എത്തുന്നത്. അവരും ഭഗവാനെ കാണാത്തത് കൊണ്ട്, ഉണ്ണിയെ കാണാത്തത് കൊണ്ട് അവരും കൂട്ടത്തിന് നിലവിളിക്കുകയാണ്, ദീനം കരിക്കുകയാണ് എന്നാണ്. ഈ തൃണാവർത്തനാണെങ്കിൽ ഭഗവാനെ അപഹരിച്ച് മേലോട്ട് ഉയർന്ന ശേഷം അവൻ അസുരന്റെ രൂപം തന്നെ സ്വീകരിച്ച് അവൻ ഭഗവാനെ എടുത്ത് മേലോട്ട് ഉയരുക. എന്താ അവന്റെ ആഗ്രഹം? മുകളിൽ കൊണ്ടുവന്നിട്ട് ആ പാറയുടെ മുകളിൽ ചെന്ന് ഭഗവാനെ താഴേക്ക് അതായത് വലിച്ചെറിയ. അവിടെ അപ്പോഴോ ആ പിഞ്ചു കുഞ്ഞല്ലേ, അതിൽ തട്ടി ആ കുട്ടി മരിക്കുന്നാണ് ഈ അസുരൻ കരുതിയത് എന്നാണ്. ഭഗവാനാണെച്ച തന്നെയും കൊണ്ടുപോണ ഈ അസുരനെ കണ്ടു എന്നാണ്. അപ്പോഴോ കുട്ടി, അതായത് കുട്ടിയല്ലേ, അപ്പോഴോ ആ ഒരു ഭാവത്തെ അഭിനയിച്ച ഭഗവാൻ പേടിച്ചവനെ പോലെ അഭിനയിച്ചിട്ട് ഈ തൃണാവർത്തന്റെ കഴുത്തിനങ്ങനെ ചുറ്റി അങ്ങ് പിടിച്ചു എന്നാണ്. കഴുത്തിന് ചുറ്റി പിടിച്ചു. തന്റെ ശരീരത്തിന്റെ ഭാരം കുറച്ചങ്ങനെ വർദ്ധിപ്പിക്കാനും തുടങ്ങി എന്നാണ്. ഇപ്പോ ഭഗവാൻ എന്താ ചെയ്തത്? തൃണാവർത്തന്റെ ആഗ്രഹം തന്നെ അപഹരിക്കണം എന്നാണ്. എന്നാൽ അത് സാധിച്ചോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ആ ഭഗവാൻ അങ്ങനെ വിചാരിച്ചത് കൊണ്ടാണ് ഈ തൃണാവർത്തന് മുകളിലേക്ക് അപഹരിച്ചു കൊണ്ടുപോകാൻ കഴിഞ്ഞത്. പക്ഷെ ഇപ്പോ ഇവിടുത്തെ ഗോകുലത്തിൽ സ്ഥിതി എന്താ? കുഞ്ഞിനെ കാണാതെ യശോദാദി ദേവിമാരും ഗോപസ്ത്രീകളും വാവിട്ട് നിലവിളിക്കുകയാണ്. ഈ കരച്ചിൽ കേട്ടപ്പോ ഭഗവാന് മനസ്സരിഞ്ഞു എന്നാണ്. എന്നാ ഇനി കീഴ്പ്പെട്ട് പോരണല്ലോ, അതിനെന്താ വഴി എന്നാണ്. തന്റെ ശരീരത്തിന്റെ ഭാരം വർദ്ധിപ്പിച്ചു. ആ അസുരന് മേലോട്ട് ഉയരാൻ പറ്റാത്ത വിധത്തിലായി. അതിന് പുറമെ ഭഗവാന്റെ ഭാരം കൊണ്ട് അവൻ വേഗത്തില് താഴോട്ട് വീഴാനും തുടങ്ങി. അസുരൻ ഇങ്ങനെ വീഴണു എന്ന് കണ്ടപ്പോ ഭഗവാനെ വിട്ടു. പക്ഷെ ഭഗവാൻ അവനെ വിട്ടില്ല എന്നാണ്. ഇത് ഭഗവാന്റെ ഒരു നിഷ്ഠയാ. ഒരു തവണ എന്നെ പ്രാപിച്ച ആള്, എന്നെ പിടിച്ചവൻ, പിന്നീട് അവൻ എന്നെ വിട്ടാലും ഞാൻ അവനെ വിടില്ല. ഇതായിരുന്നു ഭഗവാന്റെ ഭാവം എന്നാണ്. ഭഗവാൻ ആ കഴുത്തിന് മുറുക്കി പിടിച്ചതോടുകൂടെ ആ അസുരൻ ശ്വാസം മുട്ടി മരിക്കുകയാണ്. അങ്ങനെ അവന്റെ ജീവൻ ഭഗവാനോട് ഏകീഭവിച്ച് അവൻ മുക്തനായിട്ട് തീരുകയാണ്. ജീവൻ പോയ അവന്റെ ശരീരം ഗോകുലത്തില് ഒരു വലിയ പാറയുടെ മീതെയാണ് വന്ന് വീഴുന്നത് എന്നാണ്. കരയണ ഗോപികളോ മുറ്റത്ത് എന്തോ വലിയൊരു വസ്തു വന്ന് വീഴുന്ന ശബ്ദം കേട്ടു. അവര് ചെന്ന് നോക്കിയപ്പോ തൃണാവർത്തന്റെ മല പോലെയുള്ള ശവശരീരം പാറപ്പുറത്ത് വീണ് തകർന്ന് കിടക്കുന്നത് കാണുകയാണ്. അവന്റെ മാറിടത്തിലോ അപകടമൊന്നും ഇല്ലാതിരിക്കുന്ന കുഞ്ഞിനെ കണ്ടപ്പോ ഗോപികൾക്ക് വളരെ സന്തോഷമായി. ആ ഉണ്ണിയെ വാരിയെടുത്തു എന്നാണ്. മരിക്കാൻ പോയ കുട്ടിയാ, മരണത്തിന്റെ വായിൽ നിന്ന് രക്ഷപ്പെട്ടു വന്ന കുഞ്ഞിനെ കണ്ട് നന്ദഗോപരും യശോദയും ഗോപികളും ഗോപന്മാരും അത്യധികം സന്തോഷിക്കുകയാണ്. അവര് പറഞ്ഞു, നമ്മൾ ചെയ്ത പൂർവജന്മ സുഹൃത്താണ് ഈ അസുരന്റെ പിടിയിൽ നിന്ന് കുഞ്ഞ് ആപത്തൊന്നും കൂടാതെ രക്ഷപ്പെട്ടത്. ഇങ്ങനെ പറഞ്ഞ ഗോകുലവാസികള് ആ ഭഗവാനെ വീണ്ടും കൂടുതലായിട്ട് ആശ്രയിക്കാൻ തുടങ്ങി. ഇതാണ് നമ്മുടെ ജീവിതത്തില് ആപത്ത് വരുമ്പോഴാണ് നമ്മള് ഭഗവാനെ കൂടുതൽ ആശ്രയിക്കുക. അപ്പൊ ഭഗവാനെ ആശ്രയിക്കാൻ വേണ്ടിയിട്ടാണ് ഭഗവാൻ നമുക്ക് ആപത്തുകളും തരുന്നത്. സമ്പത്ത് തരുമ്പോ നമ്മൾ അങ്ങനെയൊന്നും ഭഗവാന്റെ അടുത്തേക്ക് വരില്ല. സമ്പത്ത് ഭഗവാനിൽ നിന്ന് നമ്മളെ അകറ്റുക ചെയ്യുക. അതുകൊണ്ടാണ് കുന്തി ദേവി ഭഗവാനോട് ചോദിക്കുന്നുണ്ട് പ്രഥമ സ്കന്ധത്തില്, എന്തേ വരം വേണ്ടു അച്ചമ്പങ്ങൾക്ക് എന്ന് ചോദിച്ചപ്പോ ഒറ്റ വരം തന്നാ മതി. എന്താ? വിപദസ്സന്തു, ഞാൻ എന്റെ ജീവിതത്തില് ആപത്തുകള് അടിക്കടി സംഭവിച്ചോണ്ടിരുന്നു. ആപത്ത് ചോദിക്കല്ല കുന്തി, ആപത്ത് വരുമ്പോ ഉള്ളിത്തട്ടി നമ്മൾ ഭഗവാനെ വിളിക്കുന്നതാണ്. സമ്പത്തിൽ ആ വിളി ഉണ്ടാവില്ല. പ്രത്യേകിച്ച് അവിടെ പറയുന്നുണ്ട്, ഭഗവാനിൽ നിന്ന് അകറ്റുന്ന സമ്പത്തല്ല ഞാൻ ആവശ്യപ്പെടുന്നത്, ഭഗവാനോട് അടുപ്പിക്കുന്ന ആപത്ത്. ഭഗവാനോട് അടുത്ത് കഴിഞ്ഞാലോ പിന്നെ ആപത്തൊക്കെ സമ്പത്തായിട്ട് മാറും. അതാണ് കുന്തിദേവി പറഞ്ഞത്, ആപത്തു ഭക്തിക്കുതകിടുമെങ്കിൽ സമ്പത്തതിൻ വിഘ്നവുമാവുമെങ്കിൽ നിൻപത്തു കോപ്പുന്നരെനിക്കുമേന്മേൽ ആപത്തരുളിയിടുക മാരുദേശ. ഭഗവാന്റെ പാതാരവിന്ദങ്ങളെ ആശ്രയിച്ചാൽ എത്ര വലിയ ആപത്തും അത് സമ്പത്തായിട്ട് മാറും, യാതൊരു സംശയമില്ല.
കാരണം കുന്തി തന്റെ അനുഭവം വെച്ചിട്ടാണ് പറയണത്. എപ്പോഴൊക്കെ എന്റെ ജീവിതത്തില് ആപത്ത് വന്നിട്ടുണ്ടോ ആ സമയത്തൊക്കെ ആ ആപത്തിൽ നിന്ന് രക്ഷിക്കാനായിട്ട് ഭഗവാൻ എന്റെ മുമ്പിൽ എത്തി ദർശനം തന്നിട്ടുണ്ട്. എന്താ ഭഗവാന്റെ ദർശനത്തിന്റെ പ്രത്യേകത? അപുനർഭവ ദർശനം. ഭഗവാന്റെ ദർശനം കിട്ടിയ കൂട്ടർക്ക് പിന്നെ ഒരു ജന്മം എടുക്കേണ്ടതായിട്ട് വരില്ല. പിന്നൊരു ജന്മില്ലെങ്കിൽ അപ്പൊ പിന്നെ സുഖമായില്ലേ? അതോടുകൂടി ജന്മം അവസാനിച്ചില്ലേ? പിന്നെ സുഖദുഃഖങ്ങൾ അനുഭവിക്കേണ്ട കാര്യമില്ലല്ലോ. അപ്പൊ അതാണ് നോക്കൂ, ഈ ലോകത്തില് ആപത്ത് ഒരാളെ നന്നാക്കിയതുപോലെ സമ്പത്ത് ഒരാളെയും നന്നാക്കിയിട്ടില്ല, അതപ്പതിപ്പിച്ചിട്ടേ ഉള്ളൂ. ഏതൊരാളും ഈശ്വരനിലേക്ക് തിരിയുക തന്റെ ജീവിതത്തില് എന്തെങ്കിലും ശക്തമായിട്ടുള്ള ഒരു അനിഷ്ടം വരുമ്പോഴാണ്. അല്ലാണ്ട് തിരിയുന്ന ആളുകളൊക്കെ വളരെ അപൂർവമായിട്ട് ജീവിതത്തിൽ വല്ലാത്തൊരു ക്ലേശം വരുമ്പോ നമ്മുടെ ബുദ്ധിക്കോ നമ്മുടെ മനസ്സുകൊണ്ടോ ആ ക്ലേശത്തിന് പരിഹാരം കണ്ടുപിടിക്കാൻ പറ്റില്ല എന്ന് പറയുമ്പോൾ നമ്മൾ അതിന്റെ അപ്പുറത്തേക്ക് ചിന്തിക്കുന്നതാണ്. അപ്പോഴേ ഈശ്വരനെ കുറിച്ച് ഓർക്കുള്ളൂ. അപ്പൊ ഈശ്വരൻ തന്നെ കുറിച്ച് ചിന്തിച്ച് ആ തന്നിലേക്ക് എത്തി അവന്റെ ക്ലേശങ്ങളെ മുഴുവൻ ഇല്ലാണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ ജീവിതത്തിൽ ആ ആപത്ത് തരുന്നത്. അഗ്നിയിലിട്ട് ശുദ്ധമാക്കും തോറും ഉരുക്കും തോറും ആ സ്വർണം എങ്ങനെയാണോ ശരിക്കും ശുദ്ധമായി തന്നെ തങ്കമായിട്ട് മാറുന്നത്, ഇതുപോലെ ദുഃഖത്തിന്റെ ഭാവത്തില് നമ്മളെ ഇട്ട് ഉരുക്കും ഭഗവാൻ. ആ ഭാവത്തിൽ നിന്ന് രക്ഷപ്പെടുമ്പോ പിന്നെ ആ ജീവന് ഈ പ്രപഞ്ചത്തില് ഏത് പ്രതിസന്ധികളെയും അതിജീവിക്കാനുള്ള കരുത്തും കഴിവും ഈശ്വരൻ ഉള്ളിൽ നിന്നുകൊണ്ട് പ്രദാനം ചെയ്യും. അപ്പൊ ആപത്ത് വന്നു എന്ന് പറഞ്ഞിട്ട് നമുക്ക് നമ്മള് സാധാരണക്കാര് നമ്മുടെ ബുദ്ധിയൊന്നും അത്രയ്ക്ക് പ്രവർത്തിക്കില്ല. നമ്മളെന്താ പറയുക, ഗുരുവായൂരപ്പൻ എന്നോട് വേണമായിരുന്നു ഗുരുവായൂരപ്പൻ ഈ ചെയ്തത്. അപ്പൊ എന്താ വിചാരിക്കുക? ഗുരുവായൂരപ്പൻ രാവിലെ എണീറ്റ് പൂജ കഴിഞ്ഞു കഴിഞ്ഞാൽ അടുത്ത സമയം വരെ ആരെ ഉപദ്രവിക്കുക എന്നും പറഞ്ഞ് നടക്കുകയാണെന്നല്ലേ അതിന്റെ അർത്ഥം വരിക. ഭഗവാനെ സംബന്ധിച്ച് പ്രിയനോ അപ്രിയനോ ഒന്നും ഇല്ലല്ലോ. പിന്നെ വരുന്ന ആപത്തുകളും മറ്റുമൊക്കെ അവന്റെ കർമ്മഫലാണ്. ആ കർമ്മഫലമായിട്ട് വന്നതാണെന്ന് വിചാരിക്കുമ്പോ എന്ത് വന്നാലും, അത് നല്ലത് വന്നാലും ദുഷിച്ചത് വന്നാലും അതൊക്കെ കർമ്മഫലമായിട്ട് തന്നെ കാണുള്ളൂ. അത് ഭക്തി വരുമ്പോഴേ നമുക്ക് രണ്ടും ഒരേ ഭാവത്തിൽ കാണാൻ പറ്റുള്ളൂ. പൂന്താനത്തിന് ആകപ്പാട് ഒരു ഉണ്ണി ഉണ്ടായിരുന്നുള്ളൂ. ചോറോട് നിശ്ചയിച്ച സമയത്ത് ആ ഉണ്ണി മരിക്കുകയാണ്. നമ്മളാണെച്ചാൽ അന്നത്തോടു കൂടി ഗുരുവായൂരപ്പനുമായിട്ടുള്ള ആ കണക്ഷൻ ഡിസ്കണക്ട് ചെയ്തിട്ടുണ്ടാവും. പക്ഷെ പൂന്താനം എന്താ പറഞ്ഞത്? ഉണ്ണികൃഷ്ണൻ മനസ്സിൽ കളിക്കുമ്പോൾ ഉണ്ണികൾ മറ്റു വേണമോ മക്കളായി. ഇതൊരു ഭക്തനെ കൊണ്ടല്ലേ പറയാൻ പറ്റുള്ളൂ. നമ്മളെ പോലുള്ള ആളുകൾക്ക് പറയാൻ പറ്റുമോ അത്? അപ്പൊ ഈ ഭഗവാൻ നമ്മുടെ ജീവിതത്തിൽ ആപത്ത് വരുത്തുന്നത് നമ്മളെ ഭഗവാനോട് കൂടുതൽ അടുപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെ ഭഗവാനോട് അടുത്തു കഴിഞ്ഞാൽ വരുന്ന ആപത്തൊന്നും നമുക്ക് ആപത്തായിട്ട് തോന്നില്ല. ഗുരുവായൂരപ്പന്റെ അനുഗ്രഹം കൊണ്ട് എനിക്ക് അത്രയല്ലേ വന്നുള്ളൂ. ഇതിനേക്കാളും ദുരിതം അനുഭവിക്കുന്ന ഒരുപാട് കൂട്ടരില്ലേ ഇവിടെ. ആ നിലയിലേക്ക് നമ്മുടെ മനസ്സിനെ നമുക്ക് ഉയർത്താൻ കഴിയണം. അത് ഭഗവത് കഥാശ്രവണം കൊണ്ട് അതിന് കഴിയുന്നതാണ്. ആ നിലയിലേക്ക് നമ്മളെ നമ്മൾ ഉയരണം എന്നാണ്. ഇതിനാണ് നമ്മൾ ശ്രദ്ധയോടുകൂടെ നമ്മൾ ആ ഭഗവാന്റെ കഥകൾ കേൾക്കുന്നത്. ശ്രദ്ധയോട് കൂടിയിട്ടുള്ള കഥാശ്രവണം കൊണ്ട് തന്നെ നമ്മുടെ മനസ്സ് ഒരളവ് വരെ ശുദ്ധമായിട്ട് നമുക്ക് ഈ നിലയെ പ്രാപിക്കാൻ കഴിയും, യാതൊരു സംശയവും. അതിൽ ശ്രദ്ധയില്ലാത്തത് കൊണ്ടാണ് നമുക്ക് മറ്റുള്ളതിലൊക്കെ ശ്രദ്ധ വരുന്നത്. എന്താ ശ്രദ്ധ? ശ്രദ്ധ എന്ന് വെച്ചാൽ ഇന്ന് ഈ അറ്റൻഷൻ എന്നൊക്കെ പറയും നമ്മൾ, അതല്ല എന്നാണ്. അതിലൊക്കെ ടെൻഷൻ ഉണ്ട് എന്നാണ്. അതായത് ഈശ്വരനിലും ശാസ്ത്രത്തിലും ഗുരുനാഥനിലുള്ള വിശ്വാസത്തിന്റെ പേരാണ് ശ്രദ്ധ. ഗീതയിൽ പറഞ്ഞിട്ടുണ്ട്, ശ്രദ്ധാവാൻ ലഭതേ ജ്ഞാനം എന്നാണ്. ശ്രദ്ധയുള്ള ആൾക്ക് ഈ ജ്ഞാനം അനുഭവിക്കാൻ പറ്റുള്ളൂ, അവർക്കേ കിട്ടുള്ളൂ എന്നാണ്. അല്ലാത്ത ആളുകൾക്ക് കിട്ടില്ല. അപ്പൊ ഈ തരത്തില് ആ ഭഗവാനെ കൂടുതൽ ആശ്രയിക്കാൻ തുടങ്ങി ഗോകുലവാസികൾ. പിന്നെ ഒരു ദിവസം യശോദ കുഞ്ഞിനെ മടിയിൽ വെച്ച് അമ്മിഞ്ഞ നൽകി ഇങ്ങനെ ലാളിക്കുക. ഭഗവാന്റെ പുഞ്ചിരി ഇങ്ങനെ കണ്ടപ്പോഴേ ആ പുഞ്ചിരിയിൽ തന്നെ നോക്കിയിട്ട് എല്ലാം മറന്നു.
യശോദ അതിൽ തന്നെ ലയിച്ചിരിക്കുക. ഈ ധ്യാനം പറയുമ്പോ കപിലോപദേശത്തിലെ ധ്യാനത്തിൽ സഗുണ ധ്യാനത്തെ കുറിച്ച് പറയുന്നുണ്ട്. ആ സമയത്ത് ആ ധ്യാനത്തിന്റെ മാർഗത്തിൽ പറയുന്നത് എന്താ വെച്ചാൽ ആദ്യം സൂര്യമണ്ഡലം, പിന്നെ ചന്ദ്രമണ്ഡലം, അതിന്റെ നടുവില് അഗ്നിമണ്ഡലത്തിൽ വേണം ഭഗവാനെ ധ്യാനിക്കുക എന്നാണ്. അതിനൊക്കെ ഓരോ തത്വങ്ങളും ഉണ്ട്. അഗ്നിമണ്ഡലത്തിന്റെ നടുവില് ഭഗവത് സ്വരൂപത്തെ പാദാദി കേശവും കേശാദി പാദവും ശരിക്ക് മനസ്സിൽ ഉറപ്പിക്കണം എന്നാണ്. ഏതൊക്കെ അലങ്കാരങ്ങളും അതുപോലെ തന്നെ ആഭരണങ്ങളും ഒക്കെ ഉണ്ടോ അതിനെയൊക്കെ ശരിക്കും ധ്യാനിച്ചുറപ്പിച്ചിട്ട് പിന്നെ പറയും, പിന്നെ പുഞ്ചിരിയിൽ മാത്രം മനസ്സിനെ കേന്ദ്രീകരിക്കാനാണ് പറയും. ആ പുഞ്ചിരിയിൽ തന്നെ നോക്കി 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 നമ്മളാകുന്ന അല്ലെങ്കിൽ ധ്യാനിക്കുന്ന ആള് ആ പുഞ്ചിരിയിൽ ലയിച്ച് ഒന്നായിട്ട് തീരുക. ഭഗവാന്റെ ചിരി എന്ന് വെച്ചാൽ അതെല്ലാവരെയും മയക്കുന്നതാണ്, അതിൽ തന്നെ ലയിക്കും. അതാണ് ഇവിടെ യശോദാദേവി കുഞ്ഞിനെ ലാളിച്ച് കുഞ്ഞിന്റെ പുഞ്ചിരിയിൽ തന്നെ നോക്കി ആ പുഞ്ചിരിയിൽ ലയിച്ച് തന്നെ മറന്നിരിക്കുക. അപ്പോഴാണ് ഭഗവാൻ, ഇപ്പൊ യശോദയുടെ മനസ്സിലെ ഭാവം ഇത് തന്റെ ഉണ്ണി എന്നുള്ള ഭാവ. നേരത്തെ എന്താ അവതാര സമയത്ത് പറഞ്ഞത്? ഈ അവതാരത്തില് വല്ലപ്പോഴും എന്നെ ബ്രഹ്മഭാവത്തിൽ സ്മരിക്കുകയും പുത്രഭാവത്തിൽ സ്നേഹിക്കുകയും ചെയ്താൽ നിങ്ങൾക്ക് മുക്തി ഉണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇവിടെ വെറും പുത്രഭാവം മാത്രമേ വരുള്ളൂ, പോരാ. ഈ ജന്മത്തോടുകൂടി അവർക്ക് മോക്ഷം കൊടുക്കണം. അതിനോ ഞാൻ വെറും പുത്രനല്ല, ഉണ്ണിയല്ല, സാക്ഷാൽ ബ്രഹ്മം തന്നെ എന്നൊന്ന് സൂചിപ്പിക്കണം എന്ന് വിചാരിച്ചിട്ട് ഒരു ടെസ്റ്റ് ഡോസ് കൊടുക്കുക ഭഗവാൻ. എന്താ? പതുക്കെ വായ പൊളിച്ചു എന്നാണ്. കോട്ടുവായി ഇതാണ്. കോട്ടുവായിട്ട സമയത്ത് ആ കുഞ്ഞിന്റെ വായിലേക്കൊന്ന് നോക്കി എന്നാണ്. അപ്പൊ എന്താ കണ്ടത്? അതിന്റെ അകത്ത് ആകാശം, ഭൂമി, അന്തരീക്ഷം, നക്ഷത്രമണ്ഡലം, ദിക്കുകള്, സൂര്യൻ, ചന്ദ്രൻ, അഗ്നി, വായു, സമുദ്രങ്ങള്, ദ്വീപുകള്, പർവ്വതങ്ങള്, നദികള്, വനങ്ങള് എന്നിവയെയും അതുപോലെ തന്നെ ചരാചരങ്ങളായിട്ടുള്ള എല്ലാ പ്രപഞ്ച വസ്തുക്കളെയും യശോദ കാണുകയാണ്. അപ്പോ ഈ പ്രപഞ്ചം നിൽക്കുന്നത് ഭഗവാനിലാണ് എന്ന് ഉള്ള തത്വത്തെ ബോധിപ്പിക്കുകയാണ്. നോക്കൂ, ഈ പ്രപഞ്ചം നിൽക്കുന്നത് ഭഗവാനിൽ ഉണ്ടായി ഭഗവാനിൽ നിലനിന്ന് ഭഗവാനിൽ നിന്ന് ലയിക്കുന്ന ഈ പ്രപഞ്ച വസ്തുക്കൾക്ക് ഭഗവാനിൽ നിന്ന് അന്യമായിട്ട് യാതൊരു സത്യത്വം ഇല്ല. ഈ പ്രപഞ്ചം ഇല്ലെങ്കിൽ ആ ഭഗവാൻ പൂർണ്ണനായിട്ട് തന്നെ ഇരിക്കുക. പ്രപഞ്ചം ഉള്ളത് കൊണ്ട് ആ ഭഗവത് ചൈതന്യത്തിന് യാതൊരു കോട്ടവും ഇല്ല. ഇതൊക്കെ ഇല്ലാണ്ടായാലും അത് അതായിട്ട് തന്നെ അവിടെ ഇരിക്കുന്നുണ്ട്. അപ്പൊ ഈ ഒരു തത്വത്തെ അമ്മയ്ക്ക് ബോധിപ്പിക്കുകയാണ്. യശോദ ആ ഭഗവാന്റെ വായില് പ്രപഞ്ചം മുഴുവൻ കണ്ട് ആ ഭയപ്പെട്ട് വിറച്ച് കണ്ണുകൾ അടച്ച് ആശ്ചര്യതബ്ധയായിട്ട് അവിടെ ഇരിക്കുകയാണ്. അതോടുകൂടെ യശോദ മറക്കുകയും ചെയ്തു. ഇതിനാ ഭഗവാൻ കാണിച്ചു കൊടുക്കുക, എന്നെ പുത്രഭാവത്തിൽ മാത്രം കാണണ്ട, വല്ലപ്പോഴും ഒന്ന് ബ്രഹ്മഭാവത്തിലേക്ക് എത്തൂ. അതാണ്. അപ്പൊ ഇടയ്ക്ക് നമ്മളും എല്ലാം ആവാം, പക്ഷെ ഇടയ്ക്ക് ഒരു സ്മരണ, മനസ്സിൽ സ്മരണ ആ നിർഗുണ നിരാകാരമായിട്ടുള്ള ഭാവത്തിലേക്ക് എത്തണം. അപ്പോഴേ ശരിക്കും ഇനിയൊരു ജന്മമില്ലാത്ത അവസ്ഥയിലേക്ക് നമുക്ക് എത്താനായി കൊണ്ട് കഴിയുള്ളൂ. അങ്ങനെ ഇവിടെ തൃണാവർത്തന മോക്ഷം കൊടുത്ത കഥ. എന്താ തൃണാവർത്തൻ എന്ന് വെച്ചാൽ മനസ്സിലെ വാസനകളെയാണ് തൃണാവർത്തൻ എന്ന് പറയുന്നത്. ഈ വാസനകളുടെ പ്രത്യേകത എന്താ അറിയോ? അത് പുല്ല് പോലെയാ. പുല്ല് നമ്മളിപ്പോ മുറ്റത്ത് എത്ര ചെത്തി ഭംഗിയാക്കി വെച്ചാലും വേനൽക്കാലത്തൊക്കെ നമ്മൾ പുല്ലൊക്കെ ചെത്തി മുറ്റത്തിന് യാതൊരു പുല്ലും ഇല്ലാതെ വളരെ, ഇന്നിപ്പോ നേരെ മറിച്ച് പുല്ല് വെച്ച് പിടിപ്പിച്ചുകൊണ്ടാണ് നമ്മൾ നടക്കുന്നത്. അത് വേറെ കാര്യം. പണ്ടൊക്കെ ശരിക്കും ചെത്തി മിനുക്കി മുറ്റമൊക്കെ വൃത്തിയാക്കി ഇടുന്നതാണ്, ചാണകമൊക്കെ തളിച്ച് ഭംഗിയാക്കി ഇടുന്നതാണ്. പക്ഷെ ഒരു മഴ പെയ്ത് പിറ്റേ ഒരു 4 ദിവസം കഴിഞ്ഞ് നോക്കൂ, എവിടെന്നാ അറിയില്ല, അതൊക്കെ ആ പതുക്കെ അങ്കുരിച്ചിട്ടുണ്ടാകുന്നതാണ്. ഇതുപോലെ നമ്മുടെ മനസ്സിലെ വാസനകള് എത്ര ശുദ്ധമാക്കി തീർത്താലും ഈ മനസ്സിനെ ശുദ്ധാക്കാൻ മനസ്സിനെ പിടിച്ചാൽ തന്നെ കിട്ടില്ല. അതിലെ വാസനകൾ തന്നെ വർദ്ധിക്കും. ആ വാസനയ്ക്ക് അനുസരിച്ചിട്ട് നമ്മളെ കർമ്മം ചെയ്യാൻ ഈ മനസ്സ് പ്രേരിപ്പിക്കുന്ന, ഈ കർമ്മത്തിന്റെ പിടിയിൽ പെട്ട് കഴിഞ്ഞാൽ നമുക്ക് പിന്നെ ഒരിക്കലും യഥാർത്ഥമായിട്ടുള്ള ഈശ്വരാനുഭൂതി അനുഭവിക്കാൻ കഴിയില്ല.
വിതുരൻ മൈത്രേയരോട് തീർത്ഥാടന സമയത്ത് ചോദിച്ച ചോദ്യത്തിന്റെ കാതലും അതാ. ഈ ലോകത്തിലെ ആളുകള് കർമ്മത്തിന് വേണ്ടിയിട്ട്, സുഖത്തിന് വേണ്ടിയിട്ട് കർമ്മം ചെയ്യുന്നു. പക്ഷെ ആളുകൾക്ക് സുഖം കിട്ടുന്നില്ല എന്ന് മാത്രമല്ല, ദുഃഖം കൂടി കൂടി വരുന്നു. എന്താ അതിന് കാരണം? നമ്മൾ നമ്മുടെ ജീവിതത്തിലേക്ക് ഒന്ന് പിന്നിലേക്ക് തിരിഞ്ഞു നോക്കൂ. നമ്മൾ ഇത്രയും സമയം നമ്മൾ ഓരോ കർമ്മം ചെയ്യുന്നതും നമുക്ക് സുഖം കിട്ടാൻ വേണ്ടിയിട്ടാണ്. പക്ഷെ ഏത് കർമ്മം ചെയ്തിട്ടാണ് നമുക്ക് യഥാർത്ഥ സുഖം കിട്ടിയിരിക്കുന്നത്? എന്നാൽ സുഖത്തിന് വേണ്ടിയിട്ടാണ് നമ്മൾ കർമ്മം ചെയ്തത്. നമ്മുടെ ജീവിതത്തിൽ സുഖം കിട്ടിയില്ലെങ്കിൽ പോട്ടെ, ദുഃഖം വരാതിരിക്കണ്ടേ? ദുഃഖത്തിന് വേണ്ടിയിട്ട് നമ്മൾ ഒരു പ്രവൃത്തിയും ചെയ്യുന്നില്ല. പക്ഷെ ജീവിതത്തിൽ ദുഃഖം അങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നു. എന്താ അതിന് കാരണം? മനസ്സിന്റെ പ്രഭാവം. ഈ മനസ്സില് ഈ കർമ്മവാസനകള് അങ്കുരിച്ചാൽ, ആ വാസന വികസിക്കുമ്പോ, അതിനുള്ള സാഹചര്യം വരുമ്പോ നമ്മൾ കർമ്മം ചെയ്തു പോകും. ആ കർമ്മത്തിന്റെ പിന്നാലെ പോണ അത്രയും കാലം ജീവന സ്വസ്ഥത ഉണ്ടാവില്ല. കർമ്മത്തിന്റെ ഫലം, കർമ്മഫലം സുഖദുഃഖങ്ങള്, അതനുഭവിക്കാൻ ജനനവും മരണവും വീണ്ടും 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 സംഭവിച്ചുകൊണ്ടിരിക്കും. അപ്പൊ ഇവിടെ ഈ മനസ്സിനെ ശുദ്ധാക്കുക. ശങ്കരാചാര്യ സ്വാമികൾ പോലും പറയുന്നുണ്ട് ശങ്കര ഭഗവാനോട്, ഭഗവാനെ അവിടത്തേക്ക് ഭിക്ഷയെടുക്കാൻ ഒരു യോഗം ഉണ്ട് എന്ന് കേട്ടു എന്നാണ്. ശങ്കര ഭഗവാൻ അങ്ങനെ ഒരു യോഗം ഉണ്ടായി എന്നാ. സുബ്രഹ്മണ്യ സ്വാമികളെ ജ്യോത്സ്യം പഠിപ്പിച്ചു. ജ്യോത്സ്യൊക്കെ പഠിച്ചു വന്ന സുബ്രഹ്മണ്യ സ്വാമികള് അച്ഛന്റെ അടുത്തെത്തി. അപ്പൊ അച്ഛൻ ചോദിച്ചു, ഉണ്ണി ജ്യോത്സ്യൊക്കെ പഠിച്ചു, ഒക്കെ ഭംഗിയായി? ഒക്കെ പഠിച്ചു, ഭംഗിയായി വന്നു. എന്നാൽ എന്റെ ഗ്രഹനിലയൊക്കെ ഒന്ന് വാരി വെച്ച് ഒന്ന് നോക്കി പറയുന്നതാണ്. ഉടനെ സുബ്രഹ്മണ്യ, അതുകൊണ്ടാണ് ഇപ്പോഴും ഈ ജ്യോത്സ്യന്മാരുടെയൊക്കെ പരദൈവമായിട്ടിരിക്കുന്ന സുബ്രഹ്മണ്യരാ. അപ്പൊ ആ മൂപ്പര് ആ കവടിയൊക്കെ വാരി വെച്ച് ആ ഫലം പറയാൻ തുടങ്ങി. പറഞ്ഞത് എന്താ? അച്ഛന് ഭിക്ഷ എടുക്കാനുള്ള യോഗം ഉണ്ട് കേട്ടു. ഇങ്ങോട്ട് കേട്ടപ്പോ ശങ്കര ഭഗവാൻ ദേഷ്യം വന്നു. ദേഷ്യം വന്ന ശങ്കരൻ ഒരു ശാപം കൊടുത്തു സുബ്രഹ്മണ്യന്, തന്റെ ജ്യോത്സ്യം ഒട്ടൊക്കാണ്ട് പോട്ടെ എന്നാണ്. അതുകൊണ്ടാണ് ഈ ജ്യോത്സ്യന്മാര് പറയണതില് കുറച്ച് ശരിയാവും, പിന്നെ കുറച്ച് ശരിയാവൂല, ഈ ശാപം കൊണ്ടത്ര. എന്നിട്ട് അതെല്ലാം ശങ്കരൻ ചെയ്തത്. എന്നിട്ടോ ആ സുബ്രഹ്മണ്യരുടെ കവടിയൊക്കെ വാരി സമുദ്രത്തിലേക്ക് ഒറ്റ കയറുന്ന. അതോടുകൂടെ സുബ്രഹ്മണ്യര് സ്ട്രൈക്ക് പ്രഖ്യാപിക്കുക, ഇനി എന്റെ കവടി കിട്ടാണ്ട് ഞാൻ ജലപാനം കഴിക്കില്ല എന്നാണ്. പാർവതിക്ക് ഇത് സഹിച്ചില്ല എന്നാണ്. അവസാനം ഗണപതിയെ കൂട്ടുപിടിച്ച് ഗണപതിയെ കൊണ്ട് അതെടുത്തു കൊടുക്കാൻ പറഞ്ഞു. അങ്ങനെ ഗണപതി സമുദ്രത്തിൽ ഇറങ്ങി തന്റെ തുമ്പിക്കൈ കൊണ്ട് ആ കവടി വാരി എടുത്ത് സുബ്രഹ്മണ്യന് കൊടുത്തു എന്നാണ്. അതുകൊണ്ടാണ് ഇന്ന് അത് കാണിക്കാനാണ് അത്രേ ഇന്നും ജ്യോത്സ്യന്മാര് കവടി നിരത്തുമ്പോ ഇങ്ങനെയല്ല ആക്കുക, ഇങ്ങനെ ആക്കുക, തുമ്പിക്കൈ കൊണ്ട് ആ ഗണപതി എടുത്തു കൊടുത്തു എന്ന് കാണിക്കുന്നത്. സുബ്രഹ്മണ്യര് പറഞ്ഞത് കുറച്ച് ശരിയാവുകയും ചെയ്തു. ശങ്കര ഭഗവാന് ഒരു ബ്രഹ്മഹത്യാ പാപം ഉണ്ടായി എന്നാണ്. ബ്രഹ്മാവിന് പണ്ട് 5 തലയുണ്ടായിരുന്നു അത്രേ. അതില് ആ സെൻട്രലിലുള്ള തല, ആ ബ്രഹ്മാവ് ഒരു അസത്യം പറഞ്ഞപ്പോ ശങ്കര ഭഗവാൻ നുള്ളിക്കളഞ്ഞു എന്നാണ്. അതോടുകൂടെ ബ്രഹ്മഹത്യാ പാപം ഉണ്ടായി എന്നാണ്. അപ്പൊ ഋഷിമാരോട് ചോദിച്ചു, ഈ ബ്രഹ്മഹത്യക്ക് പരിഹാരമായിട്ട് ഞാൻ എന്താ ചെയ്യേണ്ടതെന്ന്. അപ്പൊ തലയോട് കൊണ്ട് ഭിക്ഷ എടുക്കാൻ പറഞ്ഞു എന്നാണ്. അത് ശങ്കരാചാര്യ സ്വാമികൾ അറിഞ്ഞു എന്നാണ്. അപ്പൊ ആചാര്യസ്വാമികൾ പറഞ്ഞു, ശങ്കര ഭഗവാനെ അങ്ങേക്ക് ഭിക്ഷ എടുക്കാൻ ഒരു യോഗം ഉണ്ടെന്ന് കേട്ടു. ഈ ഭിക്ഷയ്ക്ക് പോകുമ്പോഴേ വെറുതെ പോയാൽ ആരും 10 പൈസ തരില്ല കേട്ടു എന്നാണ്. അതിനെന്ത് വേണം? കൂടെ എന്തെങ്കിലും ഒന്ന് വേണം അല്ലെ? ഭിക്ഷക്കാര് ഒരു കുട്ടിയോ ഒരു തത്തയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ കൊണ്ടുവന്നാൽ അതിനെ കണ്ടിട്ട് ആളുകൾ വലുതൊക്കെ കൊടുക്കും. അപ്പൊ അങ്ങേക്ക് ഭിക്ഷയ്ക്ക് പോണ സമയത്ത് എന്റെ കയ്യിൽ ഒരു സാധനം ഉണ്ട്, അത് ഞാൻ അങ്ങേക്ക് തരാം. അത് അങ്ങേക്ക് തന്നാൽ അങ്ങേക്ക് ഭിക്ഷയും ധാരാളം കിട്ടും, എനിക്ക് സമാധാനവും കിട്ടുന്നതാണ്. ഏതാ എന്റെ കയ്യിലുള്ള സാധനം? എന്റെ മനസ്സാകുന്ന കുരങ്ങ് എന്നാണ്. അത് വല്ലാത്ത ചാട്ടം ചാടുന്നതാണ്. ഏതൊന്നിനെ കുറിച്ച് നമ്മൾ ചിന്തിക്കരുത് എന്ന് വിചാരിച്ചോ അതിനെക്കുറിച്ച് മാത്രമേ ചിന്തിപ്പിക്കുള്ളൂ, വേണ്ടതിനെ കുറിച്ച് ചിന്തിപ്പിക്കില്ല. അതാണ് മനസ്സിന്റെ സ്വന്തം. ശാസ്ത്രമൊക്കെ പറയണത് നമ്മുടെ ഉള്ളിലുള്ള ഒരു കള്ളനാണ് മനസ്സ്. ഒരിക്കലും വിശ്വസിക്കരുത് മനസ്സിനെ എന്നാണ്. മനസ്സിനെ വിശ്വസിച്ചാൽ ചതിക്കും. അതിപ്പോ ശങ്കര ഭഗവാന്റെ കഥ തന്നെ അറിയാം. താൻ മായിയൊക്കെ ജയിച്ച ആളാണെന്ന് പറഞ്ഞിട്ടാണ് മോഹിനി വേഷം കാണാൻ പോയത്. എന്നിട്ടോ അവസാനം എന്താ പറ്റിയത്? ശങ്കരൻ വിശ്വസിച്ച മനസ്സ് ശങ്കരനെ തന്നെ ചതിച്ചു. മോഹിനിന്റെ പിന്നാലെ ഓടേണ്ടി വന്നു കാമാർത്ഥനായിട്ട്. അപ്പോ ശങ്കരാചാര്യ സ്വാമികൾ പറഞ്ഞു, എന്റെ മനസ്സാകുന്ന കുരങ്ങനെ അങ്ങ് കൂടെ കൊണ്ടുപോയിക്കോളൂ. അപ്പൊ അങ്ങേക്ക് ലാഭമുണ്ട്, ഭിക്ഷ കിട്ടും. എനിക്കും ലാഭമുണ്ട്, എന്ത്? സുഖം ഉണ്ടാവും.
അപ്പൊ ആ മനസ്സിലെ വാസനകളെയാണ് ഇവിടെ തൃണാവർത്തൻ എന്ന ഭാവത്തിൽ അവതരിപ്പിക്കുന്നത്. അതിനെ ആ തൃണാവർത്തന്റെ ആ അങ്കുരിക്കുന്ന ഭാവത്തെ ശരിക്കും ഭക്തി കൊണ്ട് ഇല്ലാണ്ടാക്കണം. നേരത്തെ എന്താ നമ്മൾ പറഞ്ഞത്? ഭക്തി കൊണ്ട് കർമ്മവാസനകള് ശരിക്ക് ഒരു തീപ്പൊരി എങ്ങനെയാണോ പഞ്ഞിക്കെട്ടുകളെ ഇല്ലാണ്ടാക്കുന്നത്, അതുപോലെ കർമ്മവാസനകളെ നശിപ്പിക്കുക ഭക്തിക്ക് മാത്രമേ കഴിവുള്ളൂ. മനസ്സ് ശുദ്ധാകണോ? ഭക്തി ഉണ്ടെങ്കിലേ പറ്റുള്ളൂ. അല്ലാണ്ട് എന്ത് നമ്മൾ യോഗശാസ്ത്രമോ അല്ലെങ്കിൽ ധ്യാനോ ഒക്കെ ശീലിച്ചാലും അത് ഭക്തിയോട് കൂടിയിട്ടുണ്ടെങ്കിലേ അത് യഥാർത്ഥ പ്രയോജനത്തെ തരുള്ളൂ. ഭക്തി ഇല്ലെങ്കിൽ അതൊക്കെ അഹങ്കാരം വർദ്ധിപ്പിക്കാനേ ഉതകുള്ളൂ, യാതൊരു സംശയമില്ല. അപ്പൊ നമ്മുടെ മനസ്സ് ശുദ്ധമാകണമെങ്കിൽ ആ മനസ്സില് നിഷ്കളങ്ക ഭക്തി, നിരുപാധികമായിട്ടുള്ള ഭക്തി ഉണ്ടാവണം. എങ്ങനെ വേണം ഈശ്വരനെ അറിയാനുള്ള കഴിവ്? അത് ഗോപികളെ പോലുള്ള ഭക്തി എന്നാണ് നാരദ മഹർഷി പറഞ്ഞിരിക്കുന്നത്. ശരിക്ക് ആ നിരോധം എന്ന ലക്ഷണത്തെ നാരദ മഹർഷി ഭക്തി സൂത്രത്തിലും വർണ്ണിച്ചിട്ടുണ്ട്. ലോക വേദ വ്യാപാരന്യാസ എന്നാണ് നിരോധ ശബ്ദത്തിന് നാരദ മഹർഷിയുടെ വ്യാഖ്യാനം. ലൗകികവും വൈദികവുമായിട്ടുള്ള എല്ലാ കർമ്മങ്ങളെയും ഉപേക്ഷിക്കുക, അപ്പോഴേ മനസ്സ് ശുദ്ധാവുള്ളൂ. രണ്ടും ഉപേക്ഷിക്കണം എന്നാണ്. ഗോപസ്ത്രീകൾ അങ്ങനെയാ, അവർക്ക് ലൗകിക ധർമ്മങ്ങളും ഇല്ല, വൈദിക ധർമ്മങ്ങളും ഇല്ല. അവരവരുടെ കർമ്മങ്ങളൊക്കെ യാന്ത്രികമായിട്ട് ചെയ്യും. ശ്രീകൃഷ്ണ ഭഗവാനെ അക്രൂരൻ വന്ന് മധുരയിലേക്ക് കൂട്ടിക്കൊണ്ടുപോയതിനു ശേഷം ആ വിരഹ അഗ്നിയില് ഗോപസ്ത്രീകൾ വെന്ത് നേറിക്കൊണ്ടിരിക്കുക. അവരവരുടെ പ്രവൃത്തിയൊക്കെ ചെയ്യുന്നുണ്ട്. രാവിലെ എണീറ്റാല് പാലും തൈരും അതുപോലെ തന്നെ നെയ്യും വെണ്ണയൊക്കെ പാത്രങ്ങളിലാക്കി കൊട്ടയിലാക്കിയിട്ട് ശിരസിലേറ്റി അവര് അതിന് കച്ചവടത്തിനായിട്ട് പോകും. പക്ഷേ ഭഗവാനെ കുറിച്ച് അവരുടെ ചിന്ത, അവരെന്താ പറയുക? ഗോവിന്ദനെ വേണോ, മാധവനെ വേണോ, ഗോവിന്ദനെ വേണോ, മാധവനെ വേണോ, ദാമോദരനെ വേണോ എന്നും പറഞ്ഞിട്ടാ പോണത്. പറയുന്നത് അവരതാണെങ്കിലും കേൾക്കുന്ന ആളുകൾക്ക് പാല് വേണോ വെണ്ണ വേണോ എന്നുള്ള ഭാവത്തിലാ തോന്നുക. മുരാരി പാദാർപ്പിത ചിത്തവൃത്തി എന്നാണ് ഗോപസ്ത്രീകളുടെ. അവരുടെ ചിത്തവൃത്തി മുഴുവൻ ഭഗവാനെ സംബന്ധിച്ചിട്ടുള്ളത്. അപ്പോ ആളുകൾ വിളിച്ച് അവർക്ക് വേണ്ട സാധനങ്ങൾ എടുത്ത് അതിനുള്ള എന്താ വെച്ചാൽ അത് കൊടുക്കുകയാണ് എന്നാണ്. അവര് വിൽക്കാൻ പോണത് പാലും തൈരാണെങ്കിലും അവരുടെ മനസ്സിലെ ഭാവം ഗോവിന്ദനും ദാമോദരനും മാധവനുമാണ്. അതുകൊണ്ട് അവർക്ക് കുറവൊന്നും ഉണ്ടായില്ല. അവരുടെ വ്യാപാരങ്ങളൊക്കെ നടന്നു, അതൊക്കെ ഭഗവാൻ നടത്തി കൊടുത്തു. അപ്പൊ ഈ തരത്തിൽ ഭക്തി വളർന്നാൽ, അതുകൊണ്ടാണ് നാരദ മഹർഷി ഗോപികളെ പോലുള്ള ഭക്തി എന്നാണ്. ആ നിലയിലുള്ള ഭക്തി ഉണ്ടാവുമ്പോൾ നമ്മുടെ മനസ്സിലെ തൃണാവർത്തനെ പൂർണ്ണമായിട്ട് തുടച്ച് നീക്കാനായിക്കൊണ്ട് നമുക്ക് കഴിയും. അതിന് കഴിയാൻ ഭഗവാൻ നമ്മളെ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ച് ഇന്നത്തെ സത്സംഗം നമുക്ക് ഭഗവാന്റെ പാതാരവിന്ദങ്ങളിൽ സമർപ്പിക്കാം. നാളത്തെ ക്ലാസ് കുറച്ച് സമയത്തിനൊരു വ്യത്യാസമുണ്ട്. 5 മണി മുതൽ 6 മണി വരെയാണ്. ചില കാര്യങ്ങൾ ഉള്ളത് കൊണ്ട് നേരത്തെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോ പരമേശ്വർ ജിയോട് അതിനെക്കുറിച്ച് ഞാൻ സംസാരിച്ചിട്ടുണ്ട്. അപ്പൊ നാളത്തെ ക്ലാസ് 5 to 6 ആണ്. ഇനി എന്തെങ്കിലും സംശയം ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ അത് ചോദിക്കാം. അതൊന്ന് വേണ്ടവർ ആർക്കെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിച്ചോളൂ, അല്ലെങ്കിൽ നമുക്ക് അവസാനിപ്പിക്കാം.